പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരാഴ്ചയായി നടന്നു വരുന്ന ഈ ഓറിയന്റേഷൻ ക്ലാസ്സില് ഇന്ന് ചരിത്രം ഐച്ഛിക വിഷയമായി എടുത്ത കുട്ടികൾക്ക് ചരിത്ര പഠനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ചരിത്ര പഠന രീതികളെക്കുറിച്ചും സാധ്യതകളെക്കുറിച്ചും വിശദീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഒരു വിശിഷ്ട വ്യക്തിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഈ വെബിനാറിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യ ചരിത്രത്തിലെ യുവചരിത്രകാരന്മാരിൽ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള പ്രമുഖനായിട്ടുള്ള ചരിത്രകാരൻ ശ്രീ എം ഷിനാസ്. തൃശൂർ ജില്ലയിലെ KKTR ഗവൺമെന്റ് കോളേജിലെ ചരിത്ര വിഭാഗം മേധാവിയാണ് ഷിനാസ് സർ. സാറിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എഴുത്ത് ഉപാസനയായി കൊണ്ടു നടക്കുന്ന വളരെ പ്രഗത്ഭനായ ഒരു അധ്യാപകൻ. മലയാളത്തിലും ഇംഗ്ലീഷിലും നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. റഷ്യ, മണ്ണിൽ വീണ നക്ഷത്രം, MGSന്റെ ചരിത്ര നിലപാടുകൾ, എല്ലാം ഇന്ത്യക്കാർ പക്ഷെ കുടിയേറ്റക്കാർ, ലോക്കൽ ഹിസ്റ്ററി, എ ക്വസ്റ്റ് ഫോർ തിയറീസ് ആൻഡ് പ്രാക്ടീസ്, ഇതെല്ലാം അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുത്ത ചില പ്രശസ്ത കൃതികളാണ്. ഇവ കൂടാതെ ഫ്രണ്ട് ലൈൻ പോലുള്ള ദേശീയ മറ്റ് അന്തർദേശീയ ജേണലുകളിൽ നിരവധി പ്രബന്ധങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. മാതൃഭൂമി, ദേശാഭിമാനി, ചന്ദ്രിക, ചിന്ത, ഇന്ത്യൻ എക്സ്പ്രസ് മുതലായ പത്രങ്ങളിലും വാരികകളിലും ദേശീയ അന്തർദേശീയ വിഷയങ്ങളെക്കുറിച്ച്, ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ലേഖനങ്ങളും പംക്തികളും വളരെ പ്രശസ്തമായവയാണ്. ഇത് കൂടാതെ സമകാലീന സംഭവങ്ങളെ കുറിച്ചിട്ടുള്ള ചാനൽ ചർച്ചകളിൽ സജീവമായി പങ്കെടുക്കുന്ന സാമൂഹ്യ നിരീക്ഷകനായിട്ടുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു അധ്യാപകൻ കൂടിയാണ് ഷിനാസ് സർ. സാമൂഹ്യ സിദ്ധാന്തങ്ങളായ പോസ്റ്റ് സ്ട്രക്ചറലിസം, സ്ട്രക്ചറലിസം, ഗ്രാംഷീസ് തിയറി, ഫൂക്കോ തിയറി, ഇവയിലെല്ലാം അഗാധമായ പാണ്ഡിത്യവും ആ അറിവ് വളരെ ലളിതമായ ഭാഷയിൽ സാധാരണ വായനക്കാരന് പകർന്നു കൊടുക്കാനുള്ള ഒരു അർപ്പണ മനോഭാവമുള്ള ചുരുക്കം ചില അധ്യാപകരിൽ ഒരാളാണ്. അത് അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കും. ഇത്രയും പ്രഗത്ഭനായൊരു അക്കാദമിക് സ്കോളറെ ഈ ഒരു വേദിയിൽ നമ്മൾക്ക് ലഭിക്കുന്നു. ഈ ഒരു വേദിയുമായി പങ്കിടാൻ ഞങ്ങൾക്ക് അവസരം ലഭിച്ചതിൽ സെന്റ് ജോസഫ് കോളേജിലെ ചരിത്ര വിദ്യാർത്ഥിനികളും അധ്യാപകരും ഒരുപോലെ അഭിമാനിക്കുന്നു സാർ. സാറിന്റെ ഏറ്റവും ഹൃദ്യമായി ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. സെമിനാറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മറ്റ് KKTM ഗവൺമെന്റ് കോളേജിലെ മറ്റ് വിദ്യാർത്ഥിനി സുഹൃത്തുക്കൾ, മറ്റ് അധ്യാപകർ, ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിലെ എൻ്റെ സഹപ്രവർത്തകർ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, എല്ലാവരെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ചരിത്ര പഠനത്തിന്റെ സാധ്യതകളെ കുറിച്ചും പ്രാധാന്യത്തെ കുറിച്ചും വിശദീകരിക്കുന്നതിന് വേണ്ടി ഷിനാസ് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു. ഗുഡ് മോർണിംഗ് ഓൾ. അവിടെ ബുറേവി ചുഴലിക്കോട്ട് കാറ്റൊന്നും അടിച്ചിട്ടില്ല അല്ലേ? ഇല്ല, ഇതുവരെ അടിച്ചിട്ടില്ല സാറ്. അപ്പൊ ഈ പ്രകൃതി ദുരന്തങ്ങൾക്കും ഒരു ചരിത്രമുണ്ട്. ചുഴലിക്കാറ്റാവട്ടെ, കൊടുങ്കാറ്റാവട്ടെ, സുനാമി ആവട്ടെ, വെള്ളപ്പൊക്കമാവട്ടെ. അപ്പോൾ ചരിത്രത്തിൻ്റെ വിഷയ ഭ്രമണപഥത്തിൽ വരാത്ത ഒന്നും തന്നെ ലോകത്തില്ല എന്ന് പറയാം. നമ്മൾ അണിയുന്ന വസ്ത്രത്തിന് ചരിത്രമുണ്ട്. ആദ്യമായി ഞാൻ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച സന്ധ്യ ടീച്ചർക്കും അതുപോലെ ഈ പരിപാടിയിൽ ഭാഗഭാക്കായ നിങ്ങളെല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ അഭിവാദ്യങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഞാൻ പറഞ്ഞു വന്നത് ഈ പ്രകൃതി ഇന്ന് അടിക്കാനിരിക്കുന്ന അല്ലെങ്കിൽ ഇന്നലെയൊക്കെ തമിഴ്നാട്ടിലൊക്കെ വീശിയ
ചുഴലിക്കാറ്റിനെ പറ്റിയാണ് പത്രങ്ങളിലൊക്കെ വാർത്ത. വെള്ളപ്പൊക്കം നമ്മൾ കഴിഞ്ഞ 2-3 കൊല്ലമായി വെള്ളപ്പൊക്കത്തിൻ്റെ ദുരന്തം കേരളത്തിൽ നമ്മൾ കണ്ടു. അതുപോലെ മഹാവെള്ളപ്പൊക്കങ്ങൾ പണ്ടുമുണ്ടായിരുന്നു. അപ്പോൾ വെള്ളപ്പൊക്കങ്ങൾക്കും സുനാമികൾക്കും പ്രകൃതി ദുരന്തങ്ങൾക്കും അഗ്നിപർവ്വത സ്ഫോടനങ്ങൾക്കും വരെ ചില ഇപ്പോൾ വെസൂവിയസ് അഗ്നിപർവ്വതം റോമിലെ ഇറ്റലിയിലുള്ള അത് പൊട്ടിത്തെറിച്ചതോടെയാണ് ഈ പ്രാചീന റോമ സാമ്രാജ്യത്തിൻ്റെ വാണിജ്യത്തിനൊക്കെ വലിയ ക്ഷയം വന്നത്. അപ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ വലിയ തോതിൽ മനുഷ്യൻ്റെ ജീവിതാവസ്ഥകളെ മാറ്റിത്തീർക്കുന്നതാണ്. പല മൈഗ്രേഷൻസിനും പലായനങ്ങൾക്കും കാരണമാകുന്നവയാണ്. അപ്പം ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്, ചരിത്രത്തിൻ്റെ വിഷയപദത്തിൽ, ചരിത്രത്തിൻ്റെ വിഷയ പരിക്രമണത്തിൽ വരാത്ത ഒരൊറ്റ കാര്യവും ലോകത്തില്ല. അപ്പം നമ്മൾ പഠിച്ചു പോകുന്ന ചരിത്രം മിക്കവാറും രാഷ്ട്രീയ ചരിത്രമായതുകൊണ്ട് ഈ അടുത്ത കുറച്ച് 19 കൊല്ലമായിട്ടാണ് ഈ സാമ്പത്തിക ചരിത്രവും അതുപോലെ തന്നെ സാംസ്കാരിക ചരിത്രവും ജീവിതത്തിൻ്റെ മനുഷ്യ ജീവിതത്തിൻ്റെ പല മേഖലകളിലുമുള്ള കാര്യങ്ങൾ ചരിത്രത്തിൻ്റെ വിഷയത്തിൻ്റെ വൃത്തത്തിലേക്ക് വന്നത്. എന്നാലും പലതും വന്നിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ അനാൾസ് മൂവ്മെൻറ്റ്, അനാൾസ് സ്കൂളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഗാന്ധിജിക്ക് ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഉണ്ട്. അതാണ് നമ്മൾ പഠിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചമ്പാരൻ സത്യാഗ്രഹ, അതുപോലെ തന്നെ റൗലറ്റ് ആക്ടിനെതിരെയുള്ള സത്യാഗ്രഹം, പിന്നെ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്. ഗാന്ധിജിക്ക് ഒരു വ്യക്തി ചരിത്രമുണ്ട്, ഒരു കുടുംബ ചരിത്രമുണ്ട്. അപ്പോൾ അതൊക്കെ പഠിക്കുന്ന കുറേ ഗ്രന്ഥങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്, നമുക്ക് അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ നമ്മുടെ വ്യക്തി ചരിത്രം, ഇപ്പോൾ നമ്മൾ പലപ്പോഴും ചരിത്രത്തിൻ്റെ വിഷയമല്ല എന്ന് കരുതുന്ന പലതും, ഫോർ എക്സാമ്പിൾ ബാല്യത്തിന്, ചൈൽഡ്ഹുഡ്, അപ്പോൾ നിങ്ങളുടെ ബാല്യം പോലെ ആയിരുന്നോ എൻ്റെ ബാല്യം? നിങ്ങളുടെ ബാല്യം പോലെ അല്ലെങ്കിൽ എൻ്റെ ബാല്യം പോലെ ആയിരുന്നോ നമ്മുടെ മുത്തച്ഛന്മാരുടെ മുത്തശ്ശിമാരുടെ ബാല്യം? അപ്പോൾ ഓരോ കാലത്തും ബാല്യം ചൈൽഡ്ഹുഡിനെ എങ്ങനെയായിരുന്നു ഓരോ സമൂഹവും നോക്കിക്കണ്ടത്? അതിനൊരു ചരിത്രമില്ലേ? ബാല്യത്തിന്, സൗന്ദര്യത്തിന്, ഇപ്പോൾ നമ്മൾ സൗന്ദര്യം എന്ന് വിവക്ഷിക്കുന്ന, ആൺ സൗന്ദര്യം, പെൺ സൗന്ദര്യം എന്നൊക്കെ വിവക്ഷിക്കുന്ന കാര്യങ്ങൾ തന്നെയാണോ മുൻപും ആൺ സൗന്ദര്യവും പെൺ സൗന്ദര്യവുമായി കണക്കാക്കപ്പെട്ടിരുന്നത്? ഇപ്പം മണിപ്രവാള കൃതികളിലെ സ്ത്രീ സൗന്ദര്യവും പുരുഷ സൗന്ദര്യവും വർണ്ണിക്കുന്ന അതേ സൗന്ദര്യ മാനദണ്ഡങ്ങളാണോ ഇന്നുള്ളത്? അല്ല. ഇപ്പൊ മലയാള സിനിമയിലെ അല്ലെങ്കിൽ സിനിമയിലെ സൗന്ദര്യ മാനദണ്ഡങ്ങൾ തന്നെ എത്രമേൽ മാറിമറിഞ്ഞു. കഴിഞ്ഞ 50 കൊല്ലം മുമ്പുള്ള സ്ത്രീ ശരീര സൗന്ദര്യ മാനദണ്ഡമല്ല, സ്ത്രീ പുരുഷ സൗന്ദര്യ മാനദണ്ഡമല്ല ഇന്നത്തെ സിനിമകളിലെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മാനദണ്ഡം. അപ്പം എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. വസ്ത്രം, നിങ്ങൾ ഭൂരിഭാഗവും ഇപ്പോൾ അണിഞ്ഞിരിക്കാനുള്ള സാധ്യത ചുരിദാറാണ്. ചുരിദാർ എന്ന വസ്ത്രം സൽവാർ കമ്മീസിൻ്റെ ഒരു വകഭേദമായിട്ടുള്ളൊരു വസ്ത്രം, അത് അവിഭക്ത ഇന്ത്യയിലെ പഞ്ചാബ് പ്രദേശത്ത് ഉള്ള സ്ത്രീകൾ ധരിച്ചിരുന്ന സാർവത്രികമായ വസ്ത്രമായിരുന്നു. അത് പിന്നീട് പാകിസ്ഥാൻ ഇപ്പോൾ ബേനസീർ ഭൂട്ടോയുടെ വസ്ത്രധാരണത്തിൽ നിങ്ങൾ സൽവാർ കമ്മീസ്, അതിൻ്റെ ഒരു വകഭേദമാണ് ചുരിദാർ എന്ന് പറയുന്നത്. അത് കേരളത്തിലെ സ്ത്രീകളിൽ വ്യാപകമായി ഇട്ട് എത്ര കാലമായി? ഏറി വന്നാൽ ഒരു 1980കളുടെ അവസാനത്തോടെയാണ് ചുരിദാറിന് ഇത്ര വമ്പിച്ച പ്രചാരം സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലൊക്കെ അങ്ങനത്തെ അതിന് സമാനമായ വസ്ത്രധാരണം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഉണ്ടായത്. അപ്പോൾ അതിനു മുമ്പ് മലയാളി സ്ത്രീകൾ എന്താണ് അണിഞ്ഞത്? സാരി ആയിരിക്കാം, ഹാഫ് സാരി ആയിരിക്കാം കോളേജിൽ പോകുന്ന കുട്ടികൾ, അല്ലെങ്കിൽ നീളം പാവാടയും ബ്ലൗസും ആയിരിക്കാം. അതിനു മുമ്പ് എന്തായിരുന്നു? അതിനു മുമ്പ് കേരളത്തിൽ നമുക്ക് നോക്കിയാൽ ചാഞ്ഞാർ സമരം, മാറുമറക്കൽ സമരമൊക്കെ നടന്നില്ലേ? അവിടെ തെക്കൻ കേരളത്തിൽ മാറുമറക്കാനുള്ള അവകാശത്തിന് വേണ്ടി സമരം ചെയ്തു.
അക്കാലത്ത് സമൂഹത്തിലെ ഭൂരിഭാഗം സ്ത്രീകളും മാറി മറച്ചവരായിരുന്നില്ല. അതിനെ അവർ ലജ്ജാകരമായിട്ടുള്ളൊരു കാര്യമായി കണക്കാക്കിയിരുന്നുമില്ല. മാറി മറക്കുന്നതായിരുന്നു വാസ്തവത്തിൽ ലജ്ജാകരം. അങ്ങനെ ഒരു നൂറ്റാണ്ടിന് ഇപ്പൊ സാരി എന്ന് പറയുന്ന വസ്ത്രം മലയാളിയുടെ വസ്ത്രമാണോ? പാൻസും ഷർട്ടും മലയാളിയുടെ ഇന്ത്യക്കാരന്റെ വസ്ത്രമാണോ? അല്ല. പാൻസും ഷർട്ടും ഒക്കെ വിദേശികൾ കൊണ്ടുവന്ന വസ്ത്ര രീതികൾ. നമ്മുടേത് മുണ്ട്, ലുങ്കി, അതിനും പിന്നോട്ട് പോയാൽ കോണകം, അല്ലെങ്കിൽ സ്ത്രീകൾക്കൊക്കെ ജാതിയും മതവും തിരിച്ചുള്ള വസ്ത്രങ്ങളുണ്ടായിരുന്നു. മുസ്ലിം സ്ത്രീകൾക്ക് ഒരു വസ്ത്രം, ക്രിസ്ത്യാനികൾക്ക് മറ്റൊരു വസ്ത്രം. വസ്ത്രമില്ലാത്ത, മറക്കാത്ത അവസ്ഥയിലുള്ള ധാരാളം സമൂഹങ്ങളുണ്ടായിരുന്നു, വിഭാഗങ്ങളുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇന്ന് കാണുന്ന ഭക്ഷണം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണവും, ഇപ്പോൾ ദോശ, ഇഡ്ഡലി, സാമ്പാർ, പുട്ട്, കടല, ഇപ്പോൾ രംഗത്തുള്ള, ഇപ്പോൾ കോഴിക്കോട് അല്ലെങ്കിൽ മറ്റു പല നഗരങ്ങളിലും പ്രചാരത്തിലുള്ള അറേബ്യൻ വിഭവങ്ങൾ, ഷവർമ്മ, ഷവായി, അങ്ങനെ കുറേ ഉണ്ടല്ലോ, ബാർബിക്യൂ, അതുപോലെ കുബൂസ്, ഇതൊക്കെ നമ്മൾ കഴിച്ചിരുന്ന ഭക്ഷണമാണോ? കഴിഞ്ഞ 10, 30, 35 കൊല്ലമായി കേരളത്തിൽ പ്രചാരം നേടിയ അറേബ്യൻ, മിഡിൽ ഈസ്റ്റ്, പശ്ചിമേഷ്യൻ ഭക്ഷ്യ വിഭവങ്ങളാണവ. അപ്പൊ പുട്ടും കടലയും, അപ്പം നിങ്ങൾ 19ാം നൂറ്റാണ്ടിലെ കേരളം എന്നൊരു കൃതിയുണ്ട്. അതിൽ അക്കാലത്തെ വസ്ത്രം, ഭക്ഷണം, വീട്, എല്ലാ പാർപ്പിടം, ഇതിനെപ്പറ്റിയൊക്കെ പരാമർശിച്ചു പോകുന്നുണ്ട്. അപ്പൊ ആ പുസ്തകത്തിൽ പറയുന്നത് പുട്ടും കടലയും ഒരു കാലത്ത് സവർണ വിഭാഗങ്ങൾ കഴിച്ചിരുന്നില്ല എന്നാണ്. അപ്പൊ പുട്ടും കടലയും അവർണ വിഭാഗത്തിൽ, അധസ്ഥിത വിഭാഗത്തിന്റെ പുട്ട് എന്നുള്ള പുട്ടിനെ കളിയാക്കുന്ന ഒരു പദം പോലും ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ പുട്ട് ഇതായി മാറി, എല്ലാവരുടെയും ഭക്ഷണമായി മാറി. അതുപോലെ നമ്മൾ കഴിക്കുന്ന കപ്പ, ഇവിടെ പൂള എന്നൊക്കെ പറയുന്ന കപ്പ, വാസ്തവത്തിൽ പോർച്ചുഗീസുകാർ കൊണ്ടുവന്നതല്ലേ ലാറ്റിൻ അമേരിക്കയിൽ. സൗത്ത് അമേരിക്കയിലെ ഭക്ഷ്യ വിഭവമാണ് കപ്പ. അതുപോലെ പപ്പായ, അതുപോലെ കശുവണ്ടി, അതുപോലെ കൈതച്ചക്ക എന്ന് പറയുന്ന പൈനാപ്പിൾ, ഇതൊക്കെ ഇപ്പം മുളക്, നമ്മുടെ ഈ ചുവന്ന മുളകില്ലേ, ആ ചുവന്ന മുളക് ഒരു കാലത്ത് പോർച്ചുഗീസുകാരുടെ അല്ലെങ്കിൽ യൂറോപ്യന്മാർ കൊണ്ടുവരുന്നതിന് മുമ്പ് വരെ ഈ ചുവന്ന മുളക് ഉപയോഗിച്ചിരുന്നു. ചുവന്ന മുളക് ലാറ്റിൻ അമേരിക്കൻ ഇതാണ്. അപ്പോൾ ലാറ്റിൻ അമേരിക്കയിലാണ് ആദ്യമായി സ്പാനിയാർഡ്സും സ്പെയിൻകാരും പോർച്ചുഗീസുകാരും ആദ്യം കോളനികൾ സ്ഥാപിക്കുന്നത്. അവിടുത്തെ ഭക്ഷ്യവസ്തുക്കളാണ് ഉരുളക്കിഴങ്ങ്, കപ്പ, അതുപോലുള്ള ഒരുപാട്, മുളക്, കശുവണ്ടി, പപ്പായ തുടങ്ങിയ ധാരാളം. അതുകൊണ്ടാണ് ഈ കൊളംബിയൻ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ പോർച്ചുഗീസുകാർ ലാറ്റിൻ അമേരിക്കയിലോ, ആഫ്രിക്ക വഴിയാണല്ലോ അവർ പോകുന്നത്, ലാറ്റിൻ അമേരിക്കയിലൊക്കെ എത്തുമ്പോൾ അമേരിക്കാസ്, ലാറ്റിൻ അമേരിക്കയും ഇപ്പോഴത്തെ നോർത്ത് അമേരിക്കയും ഒക്കെ കൂടിയ സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ പല സസ്യജീവജാലങ്ങളും എങ്ങോട്ടേക്ക് എത്തുന്നു? യൂറോപ്പിലേക്കും അവർ കോളനികളാക്കിയ മറ്റ് സ്ഥലങ്ങളിലേക്കും എത്തുന്നു. അങ്ങനെ എത്തിയതാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് നമ്മൾ പലപ്പോഴും ധരിച്ചു വശമായ കപ്പ പോലും നമ്മുടേതാണ് അല്ല. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ കാപ്പി, ചായ, മലയാളി എന്നും കാപ്പി കുടിക്കാനുണ്ടായിരുന്നു. ഏറ്റവും AR വെങ്കിടചലപതി എഴുതിയ ഒരു വളരെ രസകരമായ ബുക്കുണ്ട്. രസകരമല്ല, ഒരു കൾച്ചറൽ ഹിസ്റ്ററിയിലെ, സാംസ്കാരിക ചരിത്രത്തിലെ ഒരു എണ്ണപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണ് ഇത്. ഇൻ ദോസ് ഡേയ്സ് ദർ വാസ് നോ കോഫി. ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുമ്പ്, 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ പാദത്തിൽ തമിഴ്നാട്ടിൽ കോഫി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അതിനു മുമ്പ് എന്തായിരുന്നു തമിഴന്മാരും മലയാളികളും കഴിച്ചിരുന്നത്? രാവിലെ എണീറ്റാൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ, അന്ന് രാവിലെ എണീറ്റാൽ വകയുള്ള വീട്ടുകാർ കഞ്ഞിവെള്ളമോ എന്തെങ്കിലും കുടിക്കും, കഞ്ഞിവെള്ളം. അല്ലാത്തവൻ പച്ചവെള്ളം, അല്ലാത്തവർ. അപ്പോൾ അതിൽ നിന്ന് കാപ്പിയിലേക്കും ചായയിലേക്കും മാറുന്നത് ഈ കോഫി പ്ലാന്റേഷൻസ് ആൻഡ് ടീ പ്ലാന്റേഷൻസ്, അത് ഇവിടെ ഉണ്ടായതല്ല, അതും കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഈ കാപ്പി ആദ്യകാലത്ത് തമിഴ്നാട്ടിൽ വന്നപ്പോൾ, കാപ്പി എന്ന് പറഞ്ഞാൽ കഫീൻ ഉള്ളതാണ്, കുറച്ച് ലഹരി. ഇപ്പം നമുക്ക് അതിയായ ക്ഷീണം, തലവേദന ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കാപ്പി കുടിച്ചാൽ ഒന്ന് ഉഷാറായി എന്ന് പറയില്ലേ? എന്തുകൊണ്ടാണ്?
കാപ്പിയിൽ ഒരു ചെറു ലഹരിയായിട്ടുള്ള കഫീൻ എന്ന പദാർത്ഥമുണ്ട്. അതാണ് നമ്മെ ഉന്മേഷവാന്മാരാക്കുന്നത്. അപ്പൊ അന്ന് അക്കാലത്ത് AR വെങ്കടചലപതി ഇപ്പോൾ മദ്രാസ് സ്കൂൾ ഓഫ് ഡെവലപ്മെന്റ് സ്റ്റഡീസിലെ പ്രൊഫസറാണ്. അദ്ദേഹം ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഹിന്ദുവിലൊക്കെ സ്ഥിരമായിട്ട് എഴുതാറുണ്ട്. ബൈലിംഗ്വൽ റൈറ്ററാണ്. തമിഴിലും ഇംഗ്ലീഷിലും എഴുതാറുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകം ചിലപ്പോൾ നിങ്ങളുടെ കോളേജിൽ ഉണ്ടാവാം. ഇൻ ദോസ് ഡേയ്സ് ദർ വാസ് നോ കോഫി. അക്കാലത്ത് കോഫി ഉണ്ടായിരുന്നില്ല. അപ്പൊ കോഫി ആദ്യമായി തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ കോഫിക്കെതിരെ കനത്ത എതിർപ്പാണ് ഉണ്ടായത്. അവിടുത്തെ പത്രങ്ങൾ, അക്കാലത്തെ പത്രങ്ങളും അക്കാലത്തെ ഇതിലൊക്കെ എഴുതപ്പെട്ടു, കോഫി കുടിക്കാൻ പാടില്ല, കോഫി ലഹരിയാണ്, കോഫി കുട്ടിക്കള്ളാണ് എന്ന് വരെ തമിഴ് പത്രങ്ങൾ എഴുതി. അതുകൊണ്ടാണ് ഇൻ ദോസ് ഡേയ്സ് ദർ വാസ് നോ കോഫി എന്ന ഗ്രന്ഥത്തിൽ കോഫിയുടെ വരവിനെ ആദ്യഘട്ടത്തിൽ എങ്ങനെ തമിഴന്മാർ, മലയാളികളൊക്കെ അത് സൗത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് തമിഴ്നാട് കേന്ദ്രമാക്കിയാണ് അദ്ദേഹത്തിന്റെ പഠനം. അപ്പൊ കോഫിയെ എങ്ങനെ ആദ്യം അവർ എതിർത്തു, എന്തുകൊണ്ട് എതിർത്തു? ഇതാണ് കുട്ടിക്കള്ളാണ് എന്ന് പറഞ്ഞാണ് എതിർക്കുന്നത്. അത് ലഹരിയുണ്ട്, കഫീനുണ്ട്, അതുകൊണ്ട് അത് പാടില്ല. പിന്നീട് എങ്ങനെ കോഫി ജനങ്ങൾക്കിടയിൽ വ്യാപിച്ചു എന്നതിനെ പറ്റിയുള്ള ഗംഭീരമായ പഠനമാണത്. ഇൻ ദോസ് ഡേയ്സ് ദർ വാസ് നോ കോഫി. അപ്പോൾ ചരിത്രത്തിൽ ഇപ്പോൾ മലയാളികൾ ഇപ്പോൾ നമ്മൾ ചായ കുടിക്കുന്നു രാവിലെ. അപ്പോൾ 20-ാം നൂറ്റാണ്ടിന് മുമ്പ് രാവിലെ എണീക്കുന്ന മലയാളി ചായ കുടിച്ചിരുന്നില്ല. എന്തായിരുന്നു കുടിച്ചിരുന്നത്? ഞാൻ പറഞ്ഞ മാതിരി പച്ചവെള്ളമോ കഞ്ഞിവെള്ളമോ കുടിച്ചിരുന്നു. അപ്പൊ ചായ ഇവിടെ മൂന്നാറിലും അങ്ങനത്തെ ഒരുപാട് പ്ലാന്റേഷൻസിലൊക്കെ ബ്രിട്ടീഷ് പ്ലാന്റേഴ്സ് കൊണ്ടുവരുന്നു. അവര് ചായത്തോട്ടങ്ങൾ, പ്ലാന്റേഷൻസ് ഉണ്ടാക്കുന്നു. പിന്നീടാണ് പിന്നെ നമ്മുടെ ആൾക്കാരൊക്കെ തുടങ്ങിയത്. അപ്പോൾ അവരുണ്ടാക്കുന്നു. അപ്പൊ ആദ്യഘട്ടത്തിൽ ചായ ഇത് ഇവിടെ പതിവായി ഉപയോഗിക്കാത്ത, ആർക്കും ശീലമില്ലാത്തൊരു വസ്തുവായതുകൊണ്ട് ആദ്യകാലത്ത് ചായ ആരും ഉപയോഗിച്ചിരുന്നില്ല. അവര് എന്ത് ചെയ്യുന്ന വലിയ കാളവണ്ടിയിൽ വലിയ വലിയ കലങ്ങളിൽ ഈ ചായ കാച്ചി, ചൂടുവെള്ളത്തിൽ ചായ കാച്ചി കൊണ്ടുവന്ന് ആള് കൂടുന്ന ചന്തയിൽ കൊണ്ടുവന്ന് ഫ്രീ ആയിട്ട് കൊടുക്കും. നിങ്ങൾ കുടിച്ചോളൂ. എന്നിട്ട് ചെറിയ പാക്കറ്റ് ചായപ്പൊടിയും കൊടുക്കും. ഇങ്ങനെയാണ് ചായ കുടിച്ച് ശീലം നമുക്ക് വരുന്നത്. അപ്പൊ നമ്മുടെ വിദൂര ഭാവനയിൽ പോലും ഇല്ലാത്ത കാര്യമാണ് ഒരു 100-120 കൊല്ലം മുമ്പ് ഒരു മലയാളിയും ചായയോ കാപ്പിയോ കുടിച്ചിരുന്നില്ല എന്നാണ്. അപ്പോൾ ഓരോ ചരിത്രത്തിന് വിഷയീഭവിക്കാത്ത ഒരൊറ്റ കാര്യവുമില്ല. എല്ലാറ്റിനും ചരിത്രമുണ്ട്. അപ്പോൾ ഹിസ്റ്ററി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അതും നമ്മളെ സിലബസിൽ കാര്യമായിട്ടില്ല. അപ്പോൾ നമ്മുടെ വാഹനങ്ങൾക്കൊരു ചരിത്രമില്ലേ? അപ്പോൾ കാളവണ്ടിയിൽ നിന്നെങ്ങനെ കുതിരവണ്ടിയിലേക്കും, കുതിരവണ്ടിയിൽ നിന്നെങ്ങനെ ബസ്സിലേക്കും കാറിലേക്കും, പിന്നീട് ഇപ്പോൾ ഇനി വരാൻ പോകുന്നത് നിങ്ങളൊക്കെ കാണാൻ പോകുന്ന ടാക്സി കാറുകൾ, അല്ലെങ്കിൽ കാറുകൾ എന്ന് പറഞ്ഞാൽ 10-20 കൊല്ലം കഴിഞ്ഞാൽ റോഡിലൂടെ ഓടുന്ന കാറുകൾ അപൂർവമായിരിക്കും. അധിക കാറുകളും ഫ്ലൈങ് കാർസ് ആയിരിക്കും. ഇപ്പം തന്നെ ദുബായിലൊക്കെ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞു. അപ്പോൾ ഫ്ലൈങ് കാറുകൾക്ക് ഓരോരോ റൂട്ടുകൾ ഉണ്ടാവും, കൂട്ടിമുട്ടാതിരിക്കാൻ. ഇന്ന സ്ഥലത്ത് നിന്ന് സ്ഥലത്തേക്ക് പോകുമ്പം അതൊക്കെ GPS-ൽ റൂട്ടുണ്ടാവും. അപ്പോൾ 10-25 വർഷം കഴിഞ്ഞാൽ ആകാശത്തിലൂടെയായിരിക്കും കാറുകളുടെ, വാഹനങ്ങളുടെ ഒക്കെ സഞ്ചാരം, മിക്കവാറും. അപ്പോൾ ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചരിത്രം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി സ്റ്റഡി ഓഫ് ചേഞ്ച് ഓവർ ടൈം. മാറ്റമില്ലെങ്കിൽ ചരിത്രമില്ല. മാറ്റം ഉണ്ടാവുന്നു, എല്ലാറ്റിനും മാറ്റം ഉണ്ടാവുന്നു, ടെക്നോളജിയിൽ മാറ്റം ഉണ്ടാവുന്നു. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാനൊക്കെ വിദേശത്ത് പഠിച്ചിരുന്നപ്പോൾ ഒരു കോൾ യൂറോപ്പിലേക്കൊക്കെ ചെയ്യാൻ നമുക്ക് 1-2 മണിക്കൂർ ട്രങ്ക് ബുക്ക് ചെയ്ത് കാത്തിരിക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു. ഇന്നെന്താ സ്ഥിതി? നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നേരിട്ട് അമേരിക്കയിലേക്കോ കാനഡയിലേക്കോ ഫ്രാൻസിലേക്കോ ഒക്കെ വിളിച്ചുകൂടെ ഒരൊറ്റ നിമിഷം കൊണ്ട്? അത് 10-20-25 കൊല്ലം മുമ്പ് കൊണ്ടുണ്ടായ മാറ്റമാണ്. നേരിൽ കണ്ടുകൊണ്ട് സംസാരിക്കാം. അപ്പോൾ എല്ലാം മാറിക്കൊണ്ട്, വസ്ത്രധാരണം മാറിക്കൊണ്ടിരിക്കുന്നു. പണ്ട് എൻ്റെയൊക്കെ വളരെ കുട്ടിക്കാലത്ത് ഏറ്റവും ഫാഷനബിൾ ആയിട്ടുള്ള പാൻസ് എന്ന് പറയുന്നത് ബെൽ ബോട്ടം പാൻസ് ആയിരുന്നു. ബെൽ ബോട്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മുറ്റം അടിച്ചു വാരി ഇങ്ങനെ പോകാൻ പറ്റുന്ന രീതിയിലുള്ള ബെൽ ബോട്ടം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് ആരെങ്കിലും ബെൽ ബോട്ടം ഇടുന്നുണ്ടോ?
അപ്പോൾ ബെൽ ബോട്ടം അക്കാലത്ത് ഭയങ്കര ഫാഷനായിരുന്നു. എല്ലാവരും തുന്നൽ പീടികയിൽ പോയിട്ട് ഇപ്പം തുന്നൽ പീടികകൾ ഇപ്പോൾ അത്ര ഉണ്ടോ? പഴയ അത്ര ഒക്കെ റെഡിമെയ്ഡിലേക്കും പോയതോടെ തുന്നൽ കടക്കാരുടെ എണ്ണം കുറഞ്ഞു. അങ്ങനെ ഈ ചരിത്രം എന്ന് പറഞ്ഞാൽ കുറേ രാഷ്ട്രീയ ചരിത്രമല്ല, കുറേ രാജാക്കന്മാരുടെ, അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതിന് പരമപ്രാധാന്യം, അതിന് വളരെയധികം ഊന്നൽ കൊടുത്തുള്ള ചരിത്രമാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. അതുകൊണ്ട് ചരിത്രം എന്നാൽ കുറേ രാജാക്കന്മാരുടെ പടയോട്ടങ്ങളും ദിഗ്വിജയങ്ങളും കുറേ ഡേറ്റുകളും കുറേ തീയതികളും അതുപോലെ തന്നെ കുറേ മഹാന്മാരുടെ വീരകൃത്യങ്ങളും അല്ലെങ്കിൽ അവരുടെ ഭരണ പരിഷ്കാരങ്ങളും മാത്രമാണ് എന്നൊരു ധാരണ നമുക്ക് വന്നു. അതല്ല. പക്ഷേ പാശ്ചാത്യ നാടുകളിൽ ഇപ്പോൾ 1929 ഫ്രാൻസിൽ അനാൽസ് മൂവ്മെന്റ് അല്ലെങ്കിൽ അനാൽസ് സ്കൂൾ എന്ന സ്കൂൾ രംഗപ്രവേശം ചെയ്യുന്നത്. അതിനെപ്പറ്റി നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. അവര് ആദ്യം ചരിത്രത്തിന്റെ കേന്ദ്ര മണ്ഡലത്തിൽ നിന്ന് തട്ടിമാറ്റിയത് രാഷ്ട്രീയ ചരിത്രത്തെയായിരുന്നു. അതിനു പകരം സാമ്പത്തിക സാമൂഹിക ചരിത്രം അവർ ചരിത്രത്തിന്റെ നടുത്തളത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അവരുടെ ഇതെന്തായിരുന്നു വെച്ചാൽ, അതുവരെ ഇപ്പോൾ 19-ാം നൂറ്റാണ്ടിൽ ജർമ്മൻ ചരിത്ര വിപ്ലവം, ബെർലിൻ റവല്യൂഷൻ, ബെർലിൻ വിപ്ലവം, ചരിത്ര വിപ്ലവം, ചരിത്രവിജ്ഞാനീയ വിപ്ലവം എന്ന് പറയുന്ന അത് നടക്കുന്നതോടെ ചരിത്രത്തിന് കുറേയൊക്കെ വിശ്വാസ്യമായ ഒരു രീതിശാസ്ത്രം അവർ കൊണ്ടുവന്നു. അതൊക്കെ ശരിയാണെങ്കിലും അവർ ചരിത്രകാരന്മാരുടെ ലക്ഷ്യം ഒബ്ജക്റ്റീവായിട്ടുള്ള വസ്തുനിഷ്ഠമായ നിഷ്പക്ഷമായ ചരിത്രം രചിക്കുക എന്നതാണ് എന്ന് പറഞ്ഞു വെച്ചു. മാത്രമല്ല അവരാണ് രാഷ്ട്രീയ ചരിത്രത്തിന് പരമപ്രാധാന്യം കൊടുത്തുകൊണ്ട് ചരിത്രങ്ങൾ നിർമ്മിച്ചത്. അപ്പോൾ 19-ാം നൂറ്റാണ്ടിലെ ധാരണയാണ് പിന്നീട് 20-ാം നൂറ്റാണ്ടിലും പലയിടങ്ങളിലും നിലനിന്ന് പോകുന്നത് എന്നതുകൊണ്ടാണ് നമ്മുടെ ചരിത്രങ്ങളൊക്കെ മിക്കതും രാഷ്ട്രീയ ചരിത്രത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നവയായി മാറിയത്. അപ്പോൾ അനാൽസ് സ്കൂളിലെ അതിൻ്റെ സ്ഥാപകർ 2 ചരിത്രകാരന്മാർ ആയിരുന്നു. ഒന്ന് മാർക്ക് ബ്ലോക്ക്, 2 ലൂസിയൻ ഫെവ്രെ. ഇവർ രണ്ടുപേരും 1929 ഒരു ജേണൽ സ്ഥാപിക്കുന്നു, അനാലിസിസ് ഓഫ് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി. അവരാണ് 1-ാം തലമുറ അനാലിസിസ് ചരിത്രകാരന്മാർ. 2-ാം തലമുറ ചരിത്രകാരന്മാരിൽ പ്രധാനി ഫെർണാൻ ബ്രൗദലാണ്. അപ്പോൾ ബ്രൗദൽ ഒക്കെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഹിസ്റ്ററി ഓഫ് ഇവൻറ്റ്സ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഓർ ഹിസ്റ്ററി ഓഫ് ഇവൻറ്റ്സ് ആർ just like a bubble on the surface of the sea. The real history is deep blue sea. അപ്പോൾ ഈ രാഷ്ട്രീയ ചരിത്രം എന്ന് പറയുന്നത് സമുദ്രോപരിതലത്തിലെ വെറും കുമിളകൾ മാത്രമാണ്. അത് പെട്ടെന്ന് കുമിളകൾ ഉണ്ടാവും, പൊട്ടും പോവും. യഥാർത്ഥ ചരിത്രം എന്ന് പറയുന്നത് ജിയോ ഹിസ്റ്ററിയാണ്, അതുപോലെ തന്നെ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഹിസ്റ്ററിയാണ്. ജിയോ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ഭൂമിശാസ്ത്രത്തിനുള്ള പ്രാധാന്യം, അതുപോലെ തന്നെ പിന്നീട് വരുന്നതാണ് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഹിസ്റ്ററി. അപ്പോൾ ഈ രീതിയിൽ അവരുടെ ചരിത്ര പഠനങ്ങളിൽ രാഷ്ട്രീയ ചരിത്രത്തിന് കാര്യമായ യാതൊരു പ്രാധാന്യവും കിട്ടിയില്ല. രാഷ്ട്രീയ ചരിത്രത്തെ അവർ ചരിത്രത്തിൻ്റെ അരികിലാക്കുകയും ചരിത്രത്തിൻ്റെ നടുത്തളത്തിലേക്ക് മറ്റ് വിഷയങ്ങൾ, ഞാൻ പറഞ്ഞ സെഞ്ച്വറീസ് ഓഫ് ചൈൽഡ്ഹുഡ്, ബാല്യത്തിൻ്റെ നൂറ്റാണ്ടുകൾ എന്ന പുസ്തകം എഴുതിയത് ഒരു 3-ാം തലമുറയിൽപ്പെട്ട അനാൽസ് ചരിത്രകാരനാണ്. ബാല്യത്തിൻ്റെ നൂറ്റാണ്ടുകൾ, മരണത്തെപ്പറ്റിയും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ഓരോരോ സമൂഹങ്ങൾക്ക്, പ്രത്യേകിച്ച് യൂറോപ്പിലെ സമൂഹങ്ങൾക്ക് ഉണ്ടായിരുന്ന മാറി മാറി വന്ന സങ്കല്പങ്ങളെക്കുറിച്ച് പുസ്തകമുണ്ട്, അനാൽസ് ചരിത്രകാരന്മാർ എഴുതിയ. അതുപോലെ തന്നെ ഗന്ധത്തെപ്പറ്റി, മണത്തെപ്പറ്റി, കാലാവസ്ഥയെപ്പറ്റി, അങ്ങനെ ചരിത്രത്തിന് റാങ്കിനോടൊക്കെ ചോദിച്ചാൽ 19-ാം നൂറ്റാണ്ടിലെ ഏതെങ്കിലും ജർമ്മൻ ചരിത്രകാരനോടോ ബ്രിട്ടീഷ് ചരിത്രകാരനോടോ ഇതിനൊക്കെ ചരിത്രമുണ്ട് എന്ന് പറഞ്ഞാൽ കളിയാക്കി പറഞ്ഞു വിടുമായിരുന്നു. ഇപ്പോൾ കൊളംബിയൻ എക്സ്ചേഞ്ച് എന്ന കൃതി എഴുതിയ ആൾ തന്നെ ഈ വിഷയം ഇങ്ങനെ 2 ലോകങ്ങൾ തമ്മിലുള്ള, യൂറോപ്പും പുതിയ ലോകം, ന്യൂ വേൾഡ് എന്ന് പറഞ്ഞാൽ അമേരിക്കാസ്,
അവ തമ്മിൽ നടന്ന രോഗങ്ങളുടെയും സസ്യജന്തുജാലങ്ങളുടെയും കൈമാറ്റത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സൂപ്പർവൈസർ, നമ്മൾ ഗൈഡ് എന്നൊക്കെ പറയുന്ന അധ്യാപകൻ പറഞ്ഞത് അത് പറ്റില്ലെന്ന്. ഇന്ന് ആ പുസ്തകം ലോകത്തിലെ തന്നെ എൻവയോൺമെന്റൽ ഹിസ്റ്ററിയുടെ പാരിസ്ഥിതിക ചരിത്രത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന പുസ്തകമാണ്. അപ്പോൾ കൊളംബിയൻ എക്സ്ചേഞ്ച് 1492 മുതൽ യൂറോപ്പും പുതിയ ലോകം അമേരിക്കകളും ലാറ്റിൻ അമേരിക്കയും അതുപോലെ വടക്കേ അമേരിക്കയും ഒക്കെ ഉൾപ്പെടുന്ന അമേരിക്കകളും തമ്മിൽ നടന്ന സസ്യജന്തുജാലങ്ങളുടെയും രോഗങ്ങളുടെയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള രോഗങ്ങൾ അധികവും ഇങ്ങോട്ടാണ്. അതായത് ഇപ്പോൾ മായൻ സിവിലൈസേഷൻ, ഇൻക സിവിലൈസേഷൻ ഒക്കെ കേട്ടിട്ടുണ്ടാവും. അവരൊക്കെ ഒടുങ്ങിപ്പോകാനുള്ള ഒരു പ്രധാന കാരണം വസൂരിയായിരുന്നു. വസൂരി ഈ സ്പാനിയാർഡ്സ് കൊണ്ടുചെല്ലുന്നതാണ്. അപ്പോൾ വസൂരി അവർക്ക് പരിചിതമില്ല, അവർക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല വസൂരിയോട്. അപ്പോൾ വസൂരി എന്ന രോഗാണു അവിടെ എത്തുന്നു. 10,000-കണക്കിന് പേരാണ് മരിച്ചു പോയത്, ലക്ഷക്കണക്കിന്. അങ്ങനെയാണ് ഈ ലാറ്റിൻ അമേരിക്കൻ ഇൻക മായൻ സാമ്രാജ്യങ്ങളുടെയൊക്കെ നട്ടല്ലൊടിയുന്നത്. അതേസമയം കുറേയൊക്കെ ഇങ്ങനത്തെ വസൂരി, അതുപോലെ പ്ലേഗ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളോട് യൂറോപ്യന്മാർക്ക് പരിചിതമായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേയൊക്കെ ഇമ്മ്യൂണിറ്റി അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഒരു ഇമ്മ്യൂണിറ്റിയും ഇല്ലാത്ത ഈ പെറുവിലെയും അതുപോലെ അങ്ങനത്തെ ലാറ്റിൻ അമേരിക്കൻ, സൗത്ത് അമേരിക്കയിലെ ജനങ്ങളൊക്കെ അങ്ങനെ മരിച്ചു വീഴുകയും, സൗത്ത് അമേരിക്കയിൽ ഉണ്ടാവുന്ന സസ്യജാലങ്ങളാണ് ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ കപ്പയും മുളകും കാര്യങ്ങളുമൊക്കെ. അതൊക്കെ അവർ കൊണ്ടുപോയി യൂറോപ്പിൽ മാത്രമല്ല എവിടെയൊക്കെ അവ തഴച്ചു വളരുമ്പോൾ അങ്ങനത്തെ കോളനികളൊക്കെ അവർ കൃഷി ചെയ്ത് ഉണ്ടാക്കി. അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മുടേതെന്ന്, കേരളീയമെന്ന്, കേരള തനിമയെന്ന് അവകാശപ്പെടുന്ന പല കാര്യങ്ങളും നമ്മുടേതല്ല. ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യം എടുത്താൽ അങ്ങനെയാണ് സ്ഥിതി. നമ്മൾ പറയും ചോറും കറിയുമാണ് നമ്മുടെ വിഭവം. അല്ല, കേരളീയർ ചോറും കറിയും ചോറും എല്ലാ നേരം ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ട് തന്നെ കാലം അധികമായിട്ടില്ല. എല്ലാ നേരം ചോറ് കഴിക്കാൻ തുടങ്ങിയിട്ട് കാലം അധികമായിട്ടില്ല. അല്ലെങ്കിൽ കേരളീയരുടെ അന്നത്തെ ഒരു കൂടുതൽ സമ്പന്ന ഗൃഹങ്ങളിൽ പോലും കഞ്ഞിയും എന്തെങ്കിലും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതാണ് ലാവിഷായിട്ടുള്ള വിഭവം. ഇപ്പോൾ ബർബോസ സാമൂതിരിയുടെ സദ്യവട്ടത്തെ പറ്റി പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഓരോ ദിവസത്തെയും. സാമൂതിരി രാജാവാണ്, അദ്ദേഹത്തിന് 10-24 തരം കറികളും ഒക്കെ പച്ചില കറികളാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ചരിത്രം ഇല്ലാത്ത ഒന്നും, നമ്മൾ കുടിക്കുന്ന ചായ, നമ്മൾ ചായ കുടിക്കാൻ തുടങ്ങിയതിന്, നമ്മൾ കാപ്പി കുടിക്കാൻ തുടങ്ങിയതിന്, നമ്മൾ ചുരിദാറോ സാരിയോ അണിയാൻ തുടങ്ങിയതിന്, നമ്മൾ ഇന്ന ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഷവർമയാണ് കഴിക്കുന്നതെങ്കിൽ അത് തുടങ്ങിയിട്ടും ഒരു 10-30 കൊല്ലമായിട്ടേ ഉള്ളൂ. നമ്മൾ പുട്ടും കടലയും ആവിയിൽ വേവിക്കുന്ന പല സാധനങ്ങളും, പുട്ടാവട്ടെ അങ്ങനത്തെ അതൊക്കെ അധികവും ഡച്ചുകാരും പോർച്ചുഗീസുകാരും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഇവിടെ മുളക് ഉപയോഗിച്ചിരുന്നെങ്കിൽ അത് മിക്കവാറും കുരുമുളകോ അല്ലെങ്കിൽ ഇവിടെ കാട്ടിൽ വളരുന്ന ഏതെങ്കിലും മുളകോ ആയിരിക്കണം. അല്ലാതെ ഈ ചുവന്ന നിറമുള്ള നമ്മൾ ഇന്ന് യഥേഷ്ടം ഉപയോഗിക്കുന്ന ഒരു മുളക് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ മാത്രമല്ല, നമ്മൾ ഭക്ഷിക്കുന്ന ഇപ്പോൾ മീനുകൾ, ഇപ്പോൾ നമ്മൾ പല വളർത്തു മീനുകളും ഇവിടുത്തേതല്ല, അതൊക്കെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതായത് നമ്മൾ അതേസമയം നമ്മൾ ഈ ആഭരണങ്ങൾ എല്ലാവരും അണിയുന്നു. ആഭരണങ്ങൾ ഇപ്പോൾ സ്വർണ്ണാഭരണങ്ങൾ, പ്ലാറ്റിനം ആഭരണങ്ങൾ, അതിപ്പോൾ ഇൻഡസ് സിവിലൈസേഷൻ തൊട്ട് നമുക്കറിയാം. അവിടെയൊക്കെ മുത്തുമണികൾ കൊണ്ടുള്ള, ബീഡ്സ് കൊണ്ടുള്ള വലിയ വലിയ ആഭരണ നിർമ്മാണ കേന്ദ്രങ്ങൾ ഓരോ നഗരത്തിലും ഉണ്ടായിരുന്നു. വളകളും ഒക്കെ കാണാം, ടെറാക്കോട്ടയിലും അല്ലാതെ കാർണീലിയൻ ബീഡ്സിലും ഒക്കെ ഉണ്ടാക്കിയ കാര്യങ്ങൾ. അപ്പോൾ ഓരോന്നിനും ഇപ്പോൾ നമ്മൾ ഷൂ ഇടാറുണ്ട്, ഷൂസ്. അപ്പോൾ അത് നമ്മൾ ചരിത്രത്തിൽ ആദ്യം ഷൂസ് കാണുന്നത് ഇന്ത്യ ചരിത്രത്തിൽ
കുഷാണന്മാരുടെ ചില അവരുടെ രാജാക്കന്മാരുടെ പ്രതിമകളിലൊക്കെ ഷൂ ഇട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. ഇന്ത്യൻ കാലാവസ്ഥയിൽ ഷൂവിൻ്റെ ആവശ്യമുണ്ടാവില്ല. അപ്പോൾ തണുത്ത കാലാവസ്ഥയിൽ നിന്ന് വരുന്ന ഇപ്പോൾ കുഷാണാസ്, ഷഗാസ്, അത് കുറച്ചും കൂടി തണുത്ത കാലാവസ്ഥയിൽ നിന്ന് വന്നവരായിരുന്നു. അപ്പം മാത്രമല്ല ഇന്ത്യയിലും തണുത്ത മഞ്ഞ് മൂടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഒരു മലയാളി തനിമ, ഇന്ത്യൻ തനിമ എന്നൊക്കെ പറയുന്നത് വെറും കെട്ടുകഥയാണ്. വാസ്തവത്തിൽ ഇന്ത്യയാവട്ടെ കേരളമാവട്ടെ ഒരു നാൽക്കൂട്ട പെരുവഴിയാണ്. പലതരം സംസ്കാരങ്ങളുടെ, പലതരം സമുദായങ്ങളുടെ, പലതരം മതങ്ങളുടെ, അങ്ങനെ പലതരം ആചാരങ്ങളുടെ കൂടിക്കലരൽ നടന്ന ഒരു പ്രദേശമാണ് ഇന്ത്യയും കേരളവും. അപ്പോൾ കേരളത്തിന് ഇന്നത്തെ തനിമ കിട്ടുന്നത് ഏറ്റവും അധികം പങ്കുവഹിച്ചത് എന്താണ്? അതിലേറ്റവും വലിയ പങ്കുള്ള, കേരളത്തെ ഇന്നത്തെ കേരളമാക്കിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് അത് ജീവനുള്ള ഒരു കഥാപാത്രമാണെന്ന് വെച്ചാൽ അല്ല, അറേബ്യൻ സീ ആണ്. അറേബ്യൻ സീയും ഇന്ത്യൻ സമുദ്രം എന്ന് പറയാം, സമുദ്രമാണ്. ഇപ്പോൾ മുസിരിസ്, ഞാൻ ജോലി ചെയ്യുന്ന കോളേജ് കൊടുങ്ങല്ലൂരിനടുത്തുള്ള പുല്ലൂറ്റാണ്. അപ്പം മുസിരിസ് എന്ന് പറഞ്ഞാൽ പണ്ട് കൊടുങ്ങല്ലൂരായിരുന്നു. അപ്പം കൊടുങ്ങല്ലൂരിൻ്റെ തൊട്ടടുത്ത് തന്നെ 4-5 കിലോമീറ്റർ അപ്പുറമുള്ള പറവൂരിനടുത്ത് മുസിരിസ് ആണെന്ന് പറയപ്പെടുന്നു. എന്നാലും കൊടുങ്ങല്ലൂരിൻ്റെ ചുറ്റുവട്ടവുമായിരുന്നു മുസിരിസ്. അപ്പം മുസിരിസിലേക്ക് എങ്ങനെയാണ്, അന്ന് മുസിരിസ് എന്ന് പറഞ്ഞാൽ ഒരു എംപോറിയമാണ്, സാധാരണ പോർട്ടല്ല. അപ്പോൾ പ്രാചീന ലോകത്തെ പ്രധാനപ്പെട്ട 4-5 തുറമുഖങ്ങളിൽ ഒന്നായിരുന്നു മുസിരിസ്. മുജിരി എന്ന് പ്രാചീന തമിഴ് സംഘം കൃതികളിൽ പറയുന്ന മുജിരി. അപ്പോൾ അത് ഏതാണ്ടൊരു 4-ാം നൂറ്റാണ്ട് 3-ാം നൂറ്റാണ്ട് BC മുതൽ ഒരു 4-ാം നൂറ്റാണ്ട് 3-ാം നൂറ്റാണ്ട് 4-ാം നൂറ്റാണ്ട് AD വരെ കടൽ വാണിജ്യമുണ്ടായിരുന്ന റോമിലേക്ക് ആദ്യം നിങ്ങൾക്കറിയാം ഈ മൺസൂൺ കാറ്റ് കണ്ടുപിടിച്ചത് ഒരു ഗ്രീക്കുകാരൻ ഹിപ്പാലസ് ആണെന്നൊക്കെ പറയുന്നു. അതിനു മുമ്പേ മൺസൂൺ കാറ്റിനൊപ്പം വന്ന പലരും ഉണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന് ആ പേര് ചാർത്തി കിട്ടി. അതിനു മുമ്പും ഏദൻ എന്ന് പറയുന്ന യമനിലെ തുറമുഖത്ത് നിന്ന് മൺസൂൺ കാറ്റ് ആരംഭിക്കുക എപ്പോഴാണ്? ഏതാണ്ടൊരു ഏപ്രിൽ മാസത്തിലൊക്കെ ആരംഭിക്കും. അപ്പോൾ ആ മൺസൂൺ കാറ്റിനൊപ്പം ഇങ്ങനെ വരികയാണ്. 40 ദിവസം പായക്കപ്പലിനെ ശരിക്കുള്ള ദിശയിൽ തിരിച്ചു പിടിച്ചാൽ 40 ദിവസം കൊണ്ട് കേരളത്തിലെ ഏതെങ്കിലും തുറമുഖത്ത്, അത് മാടായി തുറമുഖമാകാം, അല്ലെങ്കിൽ കോഴിക്കോട്ടെ പന്തലായനി കൊല്ലമാവാം, കുരക്കേണി കൊല്ലത്താവാം അവിടെ, അല്ലെങ്കിൽ മുസിരിസ് ആവാം, തൊണ്ടിയാവാം, എവിടെയും ആവട്ടെ 40 ദിവസം കൊണ്ട് എത്തുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ കടൽ വഴിയാണ് ഇവിടുത്തെ എല്ലാ മതങ്ങളും, സെമിറ്റിക് മതങ്ങൾ, അത് ജൂതായിസം ആവട്ടെ, ഇസ്ലാം ആവട്ടെ, ക്രിസ്ത്യാനിറ്റി ആവട്ടെ, ക്രിസ്തുമതമാവട്ടെ, അതൊക്കെ കടൽ വഴി ഇവിടെ എത്തിച്ചേർന്ന മതങ്ങളാണ്. അപ്പം നമ്മുടെ ജനസംഖ്യ നോക്കൂ, നമ്മുടെ ജനസംഖ്യയിൽ എത്ര ശതമാനം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും, ജൂതന്മാർ ഇപ്പം കാര്യമായി ഇല്ല. ജൂതന്മാരുടെ അധിവാസ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു കൊച്ചിയിലും ചേന്നമംഗലത്തും അങ്ങനെ പല സ്ഥലത്തും. അവരിൽ പലരും ഇസ്രായേലിലേക്ക് പോയി, ചിലരൊക്കെ അവിടെ അവശേഷിക്കുന്നു. അതുപോലെ പാർസികൾ ബോംബെയിലൊക്കെ ഉണ്ട്, പാർസീസ്. അവരൊക്കെ അവിടുത്തെ പെർസിക്യൂഷൻ, മതദ്രോഹ വിചാരണ കോടതികളും മറ്റതുമൊക്കെ ഉള്ള ജൂതന്മാരൊക്കെ അങ്ങനെ വരുന്നതാണ്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അങ്ങനെ അല്ലെങ്കിൽ പോലും അവരും അങ്ങനെ വരുന്നു. ആ മതങ്ങൾ ഇവിടെ അങ്ങനെ എത്തുന്നു. പിന്നെ ഇവിടെ വസിച്ചിരുന്ന ആളുകൾ തന്നെയാണ്, അത് മലയാളിയാവട്ടെ മറ്റ് ഇന്ത്യക്കാരാവട്ടെ, ഇന്ത്യയുടെ മറ്റു മതം, അവർ ഈ പുതിയ മതങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരു മതം വരുമ്പോൾ ആ മതവിഭാഗത്തിൽപ്പെട്ട ഒരുപാട് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസികൾ അറേബ്യയിൽ നിന്ന് വരുന്നു എന്നർത്ഥമില്ല. കുറച്ച് അറേബ്യയിൽ നിന്ന് വരുന്നു, അവർ മതം പ്രചരിപ്പിക്കുന്നു, ആ മതത്തിലേക്ക് ആകൃഷ്ടരാകുന്നവർ, അത് ക്രിസ്തു മതമാവട്ടെ ഇസ്ലാം മതമാവട്ടെ, അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് പോകുന്നതിന് ഈവൻ ഇപ്പോൾ മാപ്പിള സമുദായം എന്നൊക്കെ പറയുന്ന സമുദായം പോലും അറബികൾ ഇവിടെ വരുന്നു, കച്ചവടത്തിന് വരുന്നു. അപ്പോൾ ഒരു മൺസൂൺ
അപ്പോൾ ഏപ്രിൽ മെയ്യിലെ ആ മൺസൂണിൽ വരും. ഒക്ടോബർ നവംബറിലെ മൺസൂണിൻ്റെ കൂടെ തിരിച്ചും പോകും. അപ്പം മൺസൂൺ കാറ്റില്ലാതെ അവർക്ക് പോകാൻ പറ്റില്ല. അപ്പം 6 മാസം ഇവിടെ താമസിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെയുള്ള സ്ത്രീകളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടും. അങ്ങനെയാണ് പല കമ്മ്യൂണിറ്റീസും ഉണ്ടായിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ശുദ്ധ മലയാളിത്വം, ശുദ്ധ കേരളീയത അല്ലെങ്കിൽ ശുദ്ധ ഇന്ത്യൻ എന്നൊന്നും പറയുന്നതില്ല. അതൊക്കെ നമ്മൾ നിർമ്മിക്കുന്നതാണ്, ഇൻവെന്റ് ചെയ്യുന്നത്. ഇതാണ് ശുദ്ധ മലയാളിത്വം. ഇപ്പോൾ നമ്മളിപ്പോൾ ചുരിദാർ പിടിച്ച് പറയും ഇത് മലയാളി വേഷമാണ്. അല്ല. സാരി മലയാളി വേഷമാണോ? അല്ല. സാരിക്കും ഒരു ചരിത്രമുണ്ട്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല, അതെങ്ങനെ ഇവിടെ എത്തി. അപ്പോൾ അതുപോലെ ഇന്ന ഭക്ഷണം, സാമ്പാറും ദോശയും നിങ്ങൾ ചൂണ്ടിക്കാട്ടി പറയുന്നു ഇതാണ് കേരളീയ ഭക്ഷണം ആണോ? അല്ല. അപ്പൊ എന്താണ് ഇപ്പൊ ബിരിയാണി ഇത് കേരളീയ ഭക്ഷണമാണോ എന്ന് വെച്ചാൽ അല്ല, അതും കടൽ കടന്നു വന്ന വിഭവമാണ്. അപ്പോൾ ഇതൊക്കെ പലതരത്തിലുള്ള കൊള്ളക്കൊടുക്കലുകളിലൂടെയാണ്. നമ്മളല്ല, എല്ലാ സംസ്കാരവും അങ്ങനെയാണ്. ഒരു സംസ്കാരവും ശുദ്ധമോ കളങ്കലേശമായ സംസ്കാരങ്ങൾ എന്നൊക്കെ പറയുന്നത് വെറും കെട്ടുകഥ മാത്രമാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് അങ്ങനെ പോയാൽ നമുക്ക് കുറേ കാര്യങ്ങളിലേക്ക് അങ്ങോട്ട് പോകുന്നില്ല. നിങ്ങൾക്ക് ഇപ്രാവശ്യം പഠിക്കാനുള്ളത് ഹിസ്റ്റോറിക്കൽ മെത്തഡോളജി ആൻഡ് പെർസ്പെക്റ്റീവ്സ് ഓൺ ഹിസ്റ്ററി. പെർസ്പെക്റ്റീവ്സ് നോക്കൂ, ആ വാക്ക് നോക്കൂ എന്താണ്. അപ്പൊ ചരിത്രം എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവാണ് എന്ന് പറഞ്ഞ കാലം പോയി. ഇന്നാരും പറയാറില്ല. എല്ലാ ചരിത്രങ്ങളും സബ്ജക്റ്റീവാണ്. എന്ന് വെച്ചാൽ എല്ലാ ചരിത്രവും ആത്മനിഷ്ഠമാണ്. ഒബ്ജക്റ്റീവ്, വസ്തുനിഷ്ഠമായ, നിഷ്പക്ഷമായ, പക്ഷപാതരഹിതമായ ചരിത്രമില്ല. അപ്പോൾ നമ്മൾ പ്രസംഗങ്ങളിലൊക്കെ കേൾക്കുക വസ്തുനിഷ്ഠമായി പറഞ്ഞാൽ വസ്തുനിഷ്ഠമായ ചരിത്രം അതാണ് എന്നൊക്കെ, നിഷ്പക്ഷ ചരിത്രം അതാണ്. നിഷ്പക്ഷത എന്നത് വാസ്തവത്തിൽ എന്നോ ഉടഞ്ഞു പോയ ഒരു താർക്കിക സംജ്ഞയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ നിഷ്പക്ഷത ഒരിക്കലും ഒന്നിലും ഉണ്ടാവാൻ വയ്യ. ഇപ്പം നിങ്ങൾ ഈ പത്ര റിപ്പോർട്ടുകൾ, ഒരാളുടെ പ്രസംഗം, ഒരു നേതാവിൻ്റെ പ്രസംഗം റിപ്പോർട്ട് ചെയ്യുന്നു പത്രക്കാർ, പല പത്രങ്ങൾ, ഒരു 5 പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് 5 വിധത്തിലല്ലേ. അപ്പോൾ ഒരു പ്രസംഗം ഒരു മണിക്കൂർ ഉണ്ടായാൽ അതിൽ ഏതെങ്കിലും ഒരു പത്രത്തിനെ, ഓരോരോ പത്രത്തിൻ്റെയും പത്രലേഖകന് പ്രധാനമെന്നും പ്രസക്തമെന്നും തോന്നുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇംപ്രഷനാണ് പിന്നീട് പിറ്റേന്ന് പത്രത്തിൽ വരുന്നത്. ആ പ്രസംഗം മുഴുവനാണോ? അല്ല. അപ്പോൾ ഓരോരോ പത്രത്തിനും ഓരോരോ രാഷ്ട്രീയം ഉണ്ടാവും. ഓരോരോ പത്രലേഖകനും അവളവളുടേതായിട്ടുള്ള ചില മുൻവിധികളും കാര്യങ്ങളും ഉണ്ടാവും. അതിനനുസരിച്ചാണ് റിപ്പോർട്ടിംഗ് നടക്കുക. അപ്പോൾ ചില പത്രങ്ങൾക്ക് ചില പ്രസംഗത്തിലെ ചില ഭാഗങ്ങളായിരിക്കും ചില പത്രങ്ങൾക്ക് പ്രധാനമെന്ന് തോന്നുക, മറ്റു ചില പത്രങ്ങൾക്ക് മറ്റു ഭാഗങ്ങളായിരിക്കും. ഒരേ ഭാഗം തന്നെ പല പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ ഊന്നലിലും അതിൻ്റെ ഇതിലൊക്കെ ഏറെ ഏറ്റക്കുറച്ചിലുകളുണ്ടാവും. മാത്രമല്ല ചരിത്രകാരൻ ചരിത്രം എഴുതുമ്പോൾ, അതുകൊണ്ടാണ് നിങ്ങൾ ആദ്യം വായിക്കേണ്ട പുസ്തകം, അത് നിങ്ങളിപ്പോൾ +2 ഒക്കെ കഴിഞ്ഞു വന്നു, 1960കളുടെ തുടക്കത്തിൽ 61ലോ 62ലോ പ്രസിദ്ധീകരിച്ച പുസ്തകമാണെങ്കിലും നിങ്ങളൊരു ബിരുദ തലത്തിലൊക്കെ എത്തുമ്പോൾ തീർച്ചയായും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് വാട്ട് ഈസ് ഹിസ്റ്ററി. അതിൽ നിന്നൊക്കെ ചരിത്രം എത്രയോ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും ആദ്യം എവിടെ നിന്നാണ് മുന്നോട്ട് പോയത് എന്നറിയണമല്ലോ. അപ്പോൾ വാട്ട് ഈസ് ഹിസ്റ്ററി, എന്താണ് ചരിത്രം എന്നുള്ളൊരു പുസ്തകമുണ്ട്, ചിലപ്പം മലയാളത്തിലും കാണും. അപ്പോൾ അത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ട് ഏതാണ്ട് 10-70 വർഷമായെങ്കിൽ പോലും അതിൽ കുറെ കാര്യങ്ങൾ പറയുന്നത് ഇന്നും പ്രസക്തമാണ്. ചരിത്രത്തിൻ്റെ പരിപ്രേക്ഷ്യം, പെർസ്പെക്റ്റീവ് അതിൽ നിന്നൊക്കെ എത്രയോ മുന്നോട്ട് പോയി. അത് വാസ്തവമാണ്. അത് നിങ്ങൾ ബിരുദാനന്തര തലത്തിലൊക്കെ എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ആ വാട്ട് ഈസ് ഹിസ്റ്ററി എന്നുള്ള ബുക്ക് എവിടെയും ഉണ്ടാവും, ഏത് കോളേജിലും ലൈബ്രറിയിലും ഉണ്ടാവേണ്ട ബുക്കാണ്. അപ്പം അതെടുത്തിട്ട് അതിൻ്റെ മലയാളവും ഉണ്ടാവാൻ ഇടയുണ്ട്, അതെടുത്തിട്ട് വായിക്കുക. അപ്പം അതിൽ എന്തുകൊണ്ട് ഒബ്ജക്റ്റിവിറ്റി എന്തുകൊണ്ട് സാധ്യമാവില്ല എന്ന് പറയുന്ന രസകരമായ കുറേ ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ ഒബ്ജക്റ്റിവിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ
അപ്പോൾ ES കാർ പറയുന്നത് എന്താണ് ചരിത്രം, വാട്ട് ഇസ് എ ഹിസ്റ്റോറിക്കൽ ഫാക്ട്, എന്താണ് ചരിത്ര വസ്തു, അതാണ് ആദ്യം അധ്യായം. വാട്ട് ഇസ് എ ഹിസ്റ്റോറിക്കൽ ഫാക്ടിനെ പറ്റിയാണ് ആദ്യത്തെ അധ്യായം. അപ്പോൾ അതിൽ പറയുന്നത് വാട്ട് ഇസ് എ ഹിസ്റ്റോറിക്കൽ ഫാക്ട് എന്ന് ചോദിച്ചിട്ട് ES കാർ എഴുതുന്നു, ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് ആർ ജസ്റ്റ് ലൈക്ക് ഫിഷ് ഓൺ ദി ഫിഷ് മോംഗേഴ്സ് സ്ലാബ്. Historical facts are just like fish on the fishmonger's slab. Historian or researcher approaches the fishmonger's slab. He selects the fish he likes. He takes it home and cooks it and then serves it. ഇപ്പോൾ ചരിത്ര വസ്തുതകൾ എന്ന് പറഞ്ഞാൽ മീൻ പലകയിൽ മീൻകാരൻ നിരത്തിയിട്ട പല വക മത്സ്യങ്ങളെ പോലെയാണ്. അതാണ് ചരിത്ര വസ്തുതകൾ. അപ്പോൾ നിങ്ങളൊരു ഗവേഷണത്തിനൊരു വിഷയം തിരഞ്ഞെടുത്ത് നിങ്ങൾ വസ്തുതാ ശേഖരണം, ഡേറ്റ കളക്ഷനാണ് ആദ്യം നടത്തുക. വസ്തുതകൾ ശേഖരിക്കുന്നു. അപ്പോൾ വസ്തുതകൾ മൊത്തം ഒരു മീൻ പലകയിലെ മീനുകളെ പോലെ ആണ്, ഓക്കെ എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ഈ മീൻ പലകയെ മീൻകാരൻ്റെ അടുത്തേക്ക് പോകുന്നു, മീൻ പലകയിൽ കാര്യങ്ങൾ നോക്കുന്നു. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയവുമായി, നിങ്ങളുടെ സിനോപ്സിസുമായി, നിങ്ങളുടെ ഹൈപ്പോത്തിസിസ്, നിങ്ങളുടെ അനുമാനമൊക്കെയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ റിസർച്ചിന് ഉപകരിക്കുന്ന, നിങ്ങൾ എന്താണോ പറയാൻ ആലോചിച്ചത് അതിന് ബലമേകുന്ന, അതിനെ ശക്തിപ്പെടുത്തുന്ന തെളിവുകളാണ് നിങ്ങൾക്ക് ആവശ്യം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള തെളിവുകൾ, നിങ്ങളുടെ തീസിസിനെ ബലപ്പെടുത്തുന്ന, നിങ്ങളുടെ തീസിസിനെ ശക്തിപ്പെടുത്തുന്ന, നിങ്ങളുടെ തീസിസിനെ സാധൂകരിക്കുന്ന, ന്യായീകരിക്കുന്ന തെളിവുകളായിരിക്കും നമുക്കൊക്കെ ആവശ്യം. അപ്പോൾ നിങ്ങൾ മീൻപലകയിൽ നിന്ന് അത്തരം മീനുകൾ മാത്രം സെലക്ട് ചെയ്യുന്നു. നിങ്ങളുടെ ആലോചനകളുമായി, നിങ്ങളുടെ ചിന്തയുമായി, നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യവുമായി പൊരുത്തപ്പെടാത്ത തെളിവുകളെ അവഗണിക്കുന്നു, അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം എടുക്കുന്നു. നിങ്ങൾക്ക് ബലം പകരുന്ന തെളിവുകളെ കൂടുതൽ നിങ്ങൾ ആശ്രയിക്കുന്നു. അത് വീട്ടിൽ കൊണ്ടുപോകുന്നു, എന്നിട്ട് പാകം ചെയ്യുന്നു, വിളമ്പുന്നു. ഇതാ പറഞ്ഞത്, ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് ആർ ജസ്റ്റ് ലൈക്ക് ഫിഷ് ഓൺ ദി ഫിഷ്മോംഗേഴ്സ് സ്ലാബ്. ഹിസ്റ്റോറിയൻ അപ്രോച്ചസ് ദി ഫിഷ്മോംഗേഴ്സ് സ്ലാബ്, സെലക്ട്സ് ദ ഫിഷ് ഹി ലൈക്സ്, ടേക്സ് ഇറ്റ് ഹോം, കുക്സ് ഇറ്റ് ആൻഡ് സെർവ്സ് ഇറ്റ്. അപ്പോൾ അങ്ങനെയാണോ ചരിത്ര വസ്തുതകൾ എല്ലാം മീൻ വിൽപ്പനക്കാരൻ്റെ മീൻ പലകയിൽ ഉണ്ടോ? അപ്പോൾ ചരിത്ര വസ്തുതകൾ എല്ലാം മീൻ വിൽപ്പനക്കാരൻ്റെ മീൻ പലകയിൽ, എല്ലാം ഒരിടത്ത് ഇങ്ങനെ ആരെങ്കിലും ശേഖരിച്ച് സമാഹരിച്ച് സൂക്ഷിച്ച് വച്ചിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു മീൻ പലകയില്ല, അങ്ങനെ ഒരു മീൻകാരനുമില്ല. അങ്ങനെ ഒരു മീൻകാരൻ എന്നൊക്കെ പറഞ്ഞാൽ ആർക്കൈവ്സ്, ഇപ്പോൾ നമ്മുടെ ഡൽഹിയിലും അതുപോലെ സംസ്ഥാനത്തും പല ജില്ലകളിലുമൊക്കെ കാണുന്ന റീജിയണൽ ആർക്കൈവ്സും നാഷണൽ ആർക്കൈവ്സിലൊക്കെ പോയാൽ ഒരുപാട് രേഖകളുണ്ട്. പക്ഷേ അത് മാത്രമാണോ ചരിത്ര വസ്തുതകൾ? അപ്പോൾ ചരിത്ര വസ്തുത എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ നമ്മൾ ആർക്കൈവ്സിലും അല്ലാതെയുമുള്ള, അപ്പം ഇപ്പോൾ ഈ ഓറൽ എവിഡൻസ്, വാമൊഴി തെളിവുകളൊക്കെ ചരിത്ര വസ്തുതകളാണ്. ഇപ്പോൾ ആർക്കിയോളജിക്കൽ എവിഡൻസ് ചരിത്ര വസ്തുതയാണ്. ന്യൂമിസ്മാറ്റിക്, ഇപ്പോൾ നാണയം തെളിവുകൾ ചരിത്ര വസ്തുതയാണ്. ആന്ത്രപ്പോളജിക്കൽ എവിഡൻസ്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പലതരം എവിഡൻസ് ഉണ്ട്, അതൊക്കെ വസ്തുതകളാണ്. അപ്പോൾ വസ്തുത എന്ന് പറഞ്ഞാൽ എല്ലാം ആരെങ്കിലും ഏതെങ്കിലും ആർക്കൈവിൽ, ഏതെങ്കിലും മ്യൂസിയത്തിൽ, ഏതെങ്കിലും എവിടേക്കോ സമാഹരിച്ച് വെച്ചൊരു സംഭവമല്ല. ചരിത്ര വസ്തുത എന്ന് പറഞ്ഞാൽ വസ്തുതകൾ സമാഹരിച്ചിട്ടുണ്ട്, ആർക്കൈവ്സ് ഉണ്ട്, അതൊക്കെ ശരി. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രബന്ധം, ഗവേഷണ പ്രബന്ധത്തിന് ആവശ്യമായ ഒരു കാര്യം നിങ്ങൾ കണ്ടെത്തുന്നു എന്ന് വിചാരിക്കുക. അതിപ്പോൾ ആർക്കിയോളജിക്കൽ എവിഡൻസ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പത്രവാർത്തയാവാം, പ്രസിദ്ധീകരിക്കപ്പെട്ട പത്രവാർത്ത, പക്ഷെ ഇന്നേ വരെ ആരും ചരിത്രത്തിൽ ഇന്നേ വരെ ഉപയോഗിച്ചിട്ടില്ലാത്തൊരു പത്രവാർത്തയാണെന്ന് കരുതുക. 1921 ഇന്നേ വരെ ആരും ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു പത്രവാർത്ത, അത് പത്രത്തിൽ വന്നു, ഇന്നേ വരെ ആരും ഉപയോഗിച്ചിട്ടില്ല, ചരിത്ര പുസ്തകങ്ങളിൽ ഉപയോഗിച്ചിട്ടില്ല, ചരിത്ര വസ്തുതയായി മാറിയിട്ടില്ല. അത് നിങ്ങളുടെ ചരിത്ര പ്രബന്ധത്തിൽ ഉപയോഗിച്ചാൽ എന്താകും? അത് വാസ്തവത്തിൽ ഒരു ചരിത്ര വസ്തുതയായി മാറും. അപ്പോൾ വസ്തുത എന്ന് പറഞ്ഞാൽ
ഒരു വധുവിനെ പോലെ വരനെ പോലെ അണിഞ്ഞൊരുങ്ങി അങ്ങനെ സുന്ദരീ സുന്ദരന്മാരായി ഒരു സ്ഥലത്ത് നിൽക്കുന്ന വസ്തുവല്ല, സാധനമല്ല. അപ്പോൾ ഒരു വസ്തുതയാവുന്നത് അത് നിങ്ങൾ ചരിത്രത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ്. നിങ്ങളുടെ ചരിത്ര പഠനത്തിലേക്ക്, ചരിത്ര പ്രബന്ധത്തിലേക്ക്, ചരിത്ര പുസ്തകത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ചരിത്ര വസ്തുതയായി മാറുന്നു. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ചരിത്ര വസ്തുത എന്ന് പറഞ്ഞാൽ ഒരു വധുവിനെ പോലെ വരനെ പോലെ എവിടെയോ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന വസ്തുവാണെന്നും അതിനെ കണ്ടെത്തുകയാണ് ചരിത്രകാരൻ്റെ ലക്ഷ്യമെന്നും അതൊക്കെ പഴങ്കഥയാണ്, അങ്ങനെ ഇല്ല. അപ്പോൾ ചരിത്ര വസ്തുതകൾ ധാരാളം ആർക്കൈവ്സിലും കാര്യങ്ങളിലും ഒക്കെ ഉണ്ടാവാം, മ്യൂസിയങ്ങളിലും. അതല്ലാതെ വസ്തുതകളിൽ ഇപ്പോൾ വാമൊഴി ചരിത്രം, ഓറൽ എവിഡൻസ് എന്ന് പറഞ്ഞാൽ ഐ വിറ്റ്നസ് അക്കൗണ്ട്. ഒരു സംഭവത്തെ ഇപ്പോൾ 1957 വിമോചന സമരകാലത്ത് നടന്ന ഒരു വെടിവെപ്പ് നേരിട്ട് കണ്ട ഒരാൾ നിങ്ങളോട് അതിനെപ്പറ്റി പറയുന്നു. അത് പ്രൈമറി സോഴ്സാണ്, അത് പ്രൈമറിയാണ്, സെക്കൻഡറി അല്ല. 1957 വിമോചന സമരത്തെപ്പറ്റി പല പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങൾ അക്കാലത്ത് എഴുതിയ EMS ഓർമ്മക്കുറിപ്പുകളൊക്കെ ആണെങ്കിൽ അത് പ്രൈമറി സോഴ്സ് ആവും. കാരണം EMS അക്കാലത്ത് അതിൻ്റെ ആ സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. അതേസമയം ഇന്ന് ഇപ്പോൾ നമ്മളൊക്കെ എഴുതുകയാണെങ്കിൽ അത് സെക്കൻഡറി സോഴ്സ് ആവും. അതേസമയം അന്ന് ജീവിച്ചിരുന്ന അടിയന്തരാവസ്ഥ കാലത്ത് അതിൻ്റെ പല കാര്യങ്ങളും കണ്ട ഒരാളെ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്ത് റെക്കോർഡ് ചെയ്താൽ അത് ചരിത്ര പ്രൈമറി സോഴ്സാണ്, പ്രാഥമിക ഉപാദാനമാണ്. അടിയന്തരാവസ്ഥയെ പറ്റി നിങ്ങൾ ഇന്ന് വായിക്കുന്ന അല്ലെങ്കിൽ ഇന്നലെ വായിച്ച ഒരു ലേഖനം അത് ദ്വിതീയ സെക്കൻഡറി സോഴ്സാണ്. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പം പണ്ടൊക്കെ ഈ ഓറൽ ഹിസ്റ്ററി, വാമൊഴി ചരിത്രം എന്നൊക്കെ പറയുന്ന ചരിത്രത്തെ അപ്പോൾ ഇതിനെയൊക്കെ വളരെ കാര്യമായി പരിഗണിച്ചിരുന്നില്ല. സിൻഡ്രല്ലയെ പോലെയായിരുന്നു, സിൻഡ്രല്ല ഓഫ് ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ് എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇറ്റ് ഈസ് നോ മോർ എ സിൻഡ്രല്ല നോ. സിൻഡ്രല്ല എന്ന് പറഞ്ഞാൽ അവഗണിക്കപ്പെട്ട ആ കഥ അറിയാം. അതുപോലെ അവഗണിക്കപ്പെട്ട ഒരു ശാഖയല്ല ഓറൽ ഹിസ്റ്ററി. അത് ചരിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയായി മാറിയിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ചരിത്രം എന്ന് പറയുന്നത് ഈ ഒബ്ജക്റ്റിവിറ്റിയെ പറ്റി പറഞ്ഞതാണ്. ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത് അസാധ്യമാണ്. കാരണം ഇതൊക്കെ ഒരു കാരണമാണെങ്കിൽ തന്നെ മറ്റൊരു കാരണമുള്ളത് ഈ EH കാറിൻ്റെ തന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ചരിത്രത്തെ പറ്റിയുള്ള ഒരു ഡെഫിനിഷൻ ഉണ്ട്. ആ ഡെഫിനിഷൻ പറയുന്നത് എന്താണ്? ഹിസ്റ്ററി ഈസ് എൻ അൺഎൻഡിങ് ഡയലോഗ് ബിറ്റ്വീൻ പാസ്റ്റ് ആൻഡ് പ്രസന്റ്, between present and past, and between historian and its facts. Between present and past and between historian and his facts. Between past and present അല്ല, between present and past. അപ്പൊ ചരിത്രകാരൻ ജീവിക്കുന്നത്, am I audible, സന്ധ്യ ടീച്ചർ? Am I audible? Yes sir, very much audible. അപ്പൊ ചരിത്രകാരൻ ജീവിക്കുന്നത് വർത്തമാന കാലത്താണ്. അപ്പൊ വർത്തമാന കാലത്ത് ജീവിക്കുന്ന ചരിത്രകാരൻ ഭൂതകാലത്തിലെ കാര്യങ്ങളാണല്ലോ എഴുതുന്നത്. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൂതകാലവും ചരിത്രവും ഒന്നാണോ? അതിന്റെ വ്യത്യാസം നമ്മൾ ഇപ്പം പലരും ഭൂതകാലത്തെ ചരിത്രത്തിന്റെ പര്യായമായി കണക്കാക്കാറുണ്ട്. അപ്പൊ ചരിത്രവും ഭൂതകാലവും ഒന്നല്ല. അപ്പൊ ഭൂതകാലം കഴിഞ്ഞു പോയി. അപ്പൊ ഭൂതകാലത്തെ കുറിച്ചുള്ള ആഖ്യാനം, എഴുത്താണ് ചരിത്രം. ആഖ്യാനം മാത്രമാണ് ചരിത്രം. അപ്പൊ ഭൂതകാലത്ത് എന്തൊക്കെ നടന്നോ അതൊക്കെ അതേ മട്ടിൽ പുനരാവിഷ്കരിക്കാൻ ലോകത്ത് ആര് വിചാരിച്ചാലും എത്ര ആളുകളുടെ കൂട്ടായ്മ വിചാരിച്ചാലും പറ്റില്ല. ഗാന്ധിജിയുടെ ജീവിതം തന്നെ നമ്മൾ വളരെ സെലക്റ്റീവായിട്ടാണ് എടുത്ത് ഗാന്ധിജിയുടെ 1869 മുതൽ 1948 വരെയുള്ള ആ കാലം മുഴുവൻ ഗാന്ധിജിയുടെ എല്ലാ ദൈനംദിന പ്രവൃത്തികളും കാര്യങ്ങളും ആവിഷ്കരിക്കുന്ന ആർക്കും പറ്റില്ല.
അപ്പൊ ഭൂതകാലവും ചരിത്രവും രണ്ടാണ്. ഭൂതകാലത്തെ പറ്റിയുള്ള ചരിത്രകാരന്മാർ, ഗവേഷകർ, മറ്റുള്ളവരൊക്കെ നടത്തുന്ന ആഖ്യാനം മാത്രമാണ് ചരിത്രം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഭൂതകാലവും ചരിത്രവും രണ്ടാണ് എന്നാണ്. അപ്പൊ ഭൂതകാലം എന്ന് പറഞ്ഞാൽ ഭൂതകാലം, പാസ്റ്റ് ആൻഡ് ഹിസ്റ്ററി ആർ നോട്ട് ദ സെയിം തിങ്സ്. History is actually a narration, a perspective about the past, advanced by certain this and this historian എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ ഈ കാരണമാണ് പിന്നെ വർത്തമാന കാലത്തിൽ നിന്നുകൊണ്ടാണ് ചരിത്രകാരൻ ചരിത്രം എഴുതുന്നത്. അപ്പോൾ അതത് ചരിത്രകാരന്റെ തലമുറ, ഓരോ ചരിത്രകാരനും വർത്തമാനത്തിൽ നിന്നുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഇപ്പൊ റഷ്യൻ റവല്യൂഷനെ പറ്റി 1917 അല്ലെങ്കിൽ 30 ജീവിച്ച ഒരു ചരിത്രകാരൻ ചോദിക്കുന്ന ചോദ്യമല്ല ഇന്ന് ജീവിക്കുന്ന ഒരു ചരിത്രകാരൻ അല്ലെങ്കിൽ ഗവേഷക വിദ്യാർത്ഥി ചോദിക്കുക. അപ്പൊ ഓരോ തലമുറയും ഭൂതകാലത്തിലേക്ക് നോക്കി ചോദിക്കുന്ന ചോദ്യങ്ങൾ വ്യത്യസ്തമായതുകൊണ്ടും, അപ്പൊ അതിന് ഏറ്റവും നല്ല ഉദാഹരണം KP ജയ്സ്വാൾ, ഇന്ത്യൻ പോളിറ്റി ഒക്കെ എഴുതിയ ആൾ, ദേശീയവാദ ചരിത്രകാരനായിട്ട് അറിയപ്പെടുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ഈ ഭൂതകാലത്തിലേക്ക് ചരിത്രകാരൻ നോക്കി ചോദിക്കുന്ന ചോദ്യങ്ങളെ പറ്റിയാണ്. അപ്പൊ KP ജയ്സ്വാളിന്റെ കാലത്ത് ബ്രിട്ടീഷുകാർ വന്നു, ഇന്ത്യക്ക് ഒരു ചരിത്രമില്ല, ഇന്ത്യക്കാർക്ക് ചരിത്രം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയ കാലത്ത് ഞങ്ങളാണ് ജനാധിപത്യം ആദ്യമായിട്ട് പരീക്ഷിക്കുന്നത്, ഇംഗ്ലണ്ടാണ് ഏറ്റവും വലിയ മാനവിക മൂല്യങ്ങളുടെ വിളഭൂമി, ജനാധിപത്യം എന്ന ആശയം ഇവിടെ ഉണ്ടായിരുന്നില്ല, ഉണ്ടെങ്കിൽ തന്നെ ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്ന് പറഞ്ഞ സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങളായിരുന്നു. അപ്പൊ ഇതൊക്കെ പറഞ്ഞപ്പോൾ KP ജയ്സ്വാൾ എന്ന ദേശീയവാദ ചരിത്രകാരൻ ഭൂതകാലത്തിലേക്ക് നോക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള പ്രജാധിപത്യങ്ങൾ, ജനാധിപത്യം, പ്രജകൾക്ക് ആധിപത്യം ഉണ്ടായിരുന്ന, പ്രജകൾക്ക് വോയിസ് ഉണ്ടായിരുന്ന ഭരണകൂട സ്ഥാപനങ്ങൾ, ഭരണകൂട സ്വരൂപങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് നോക്കി. അങ്ങനെ നോക്കുമ്പോൾ മഹാജനപദാസ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും 16 മഹാജനപദങ്ങൾ. അതിൽ മൊണാർക്കിക്കൽ മഹാജനപദാസ് ഉണ്ട്, അതുപോലെ തന്നെ റിപ്പബ്ലിക്കൻ ഒളിഗാർക്കീസ് ഉണ്ട്. കുറെ ആൾക്കാർ കൂട്ട സംഘഭരണം നടത്തുന്ന. അപ്പൊ സംഘഭരണം എന്ന് പറഞ്ഞാൽ ഈ സംഘം എന്ന് പറഞ്ഞാൽ കുറെ രാജാക്കന്മാരുടെ സംഘമാണ്. ഈ സംഘഭരണം നടത്തുന്ന ലിച്ചവീസ്, മല്ലാസ് തുടങ്ങിയ മഹാജനപദങ്ങളെ ഉയർത്തിക്കാട്ടി KP ജയ്സ്വാൾ ഇന്ത്യൻ പോളിറ്റി എന്ന പുസ്തകത്തിൽ എഴുതി, ഞങ്ങൾക്ക് 2600 കൊല്ലം മുമ്പേ എന്തുണ്ടായിരുന്നു? ജനാധിപത്യ സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പൊ അത് വാസ്തവത്തിൽ ജനാധിപത്യമല്ല, ഒളിഗാർക്കിയാണ്. അതായത് ഒരു നാട്ടിലെ ഒരു മഹാജനപദത്തിലെ കുറച്ച് കുറച്ച് പ്രബലരായിട്ടുള്ള ഒരു സംഘത്തിന്റെ ഭരണം. അപ്പൊ അങ്ങനെ ഓരോ തലമുറയും അവരവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്കാണ് ചരിത്രത്തിലേക്ക് നോക്കുന്നത്. അവരവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ചരിത്രത്തിലേക്ക് നോക്കുന്നു. ഓരോ തലമുറയുടെയും ഓരോ വർത്തമാനത്തിന്റെയും ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ടാണ് നമ്മൾ പലപ്പോഴും ഭൂതകാലത്തിലേക്ക് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റാലിയൻ ഫിലോസഫർ ഓഫ് ഹിസ്റ്ററി ആയിട്ടുള്ള ബെനഡിറ്റോ ക്രോച്ചെ ഓൾ ഹിസ്റ്ററി ഈസ് കണ്ടംപററി ഹിസ്റ്ററി എന്ന് പറയാൻ കാരണമാണ്. എല്ലാ ചരിത്രവും സമകാലിക ചരിത്രമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിന് കാരണം സമകാലികത, എന്ന് വെച്ചാൽ വർത്തമാനം എന്ന കണ്ണാടിയിലൂടെയാണ്, വർത്തമാനകാലം എന്ന പ്രിസത്തിലൂടെയാണ് നാം ഭൂതകാലത്തെ നോക്കുന്നത്. അതുകൊണ്ട് വർത്തമാനത്തിന്റെ ഛായ, വർത്തമാനത്തിന്റെ സ്വാധീനം, വർത്തമാനത്തിന്റെ പ്രഭാവം ഭൂതകാലത്തിന്റെ ആഖ്യാനത്തിൽ കടന്നു വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതുന്ന ഒരു ചരിത്രവും വാസ്തവത്തിൽ ഭൂതകാലത്തിന്റെ തനത് പുനരുൽപാദനമല്ല. വാസ്തവത്തിൽ അത് വർത്തമാന ചരിത്രം തന്നെയാണ്. കാരണം ചരിത്രകാരൻ നിൽക്കുന്നത് വർത്തമാനത്തിലാണ്. മാത്രമല്ല വർത്തമാനത്തിന്റെ പല മട്ടിലുള്ള സ്വാധീനങ്ങൾ ചരിത്രകാരനെ സ്വാധീനിക്കും, ചരിത്ര സൃഷ്ടിയെ, ചരിത്രം എഴുത്തിനെ സ്വാധീനിക്കും. അത് ഒരുപാട് തരം ധാരാളം ബയസ്, മുൻവിധികൾ, പ്രിജുഡിസസ്, മുൻവിധികളും പക്ഷപാതങ്ങളും ഉണ്ടാവും ചരിത്രം എഴുതുമ്പോൾ. അതിൽ എത്ര തന്നെ നിഷ്പക്ഷത പുലർത്താൻ ആലോചിച്ചാലും നമുക്ക് പറ്റില്ല. കാരണം പലതരത്തിലുള്ള മുൻവിധികൾ, ബയസസ് ഉണ്ട്. ഒന്ന് രാഷ്ട്രീയ മുൻവിധിയാവാം, മതപരമായ മുൻവിധിയാവും,
ഇന്ത്യയിലൊക്കെ ആകുമ്പോൾ കാസ്റ്റിന്റെ മുൻവിധിയാവാം, അമേരിക്കയിലൊക്കെ റേഷ്യൽ പ്രിജുഡീസ് ആവാം, വംശീയ മുൻവിധികളാവാം, കറുത്തത് വെളുത്തത് എന്നുള്ള, അല്ലെങ്കിൽ പാട്രിയോട്ടിക് അല്ലെങ്കിൽ നാഷണലിസ്റ്റിക്, ഓവർ നാഷണലിസ്റ്റിക് ആയിട്ടുള്ള മുൻവിധികളാവാം. ഇപ്പൊ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പറ്റി പാകിസ്ഥാനിൽ എഴുതപ്പെടുന്ന ചരിത്രമായിരിക്കില്ല ഇന്ത്യയിൽ നമ്മൾ പഠിക്കുന്നത്. രണ്ട് ചരിത്രങ്ങളായിരിക്കും. അതുപോലെ മറ്റ് പലതരത്തിലുള്ള പ്രാദേശിക മുൻവിധികൾ ഉണ്ടാവാം, അല്ലെങ്കിൽ കുടുംബപരമായ മഹിമയെ ഓർത്തുള്ള മുൻവിധികൾ ഉണ്ടാവാം, പ്രാദേശിക മുൻവിധികൾ ഉണ്ടാവാം, മതം, ജാതി, രാഷ്ട്രീയം, പ്രത്യയശാസ്ത്ര മുൻവിധികൾ ഉണ്ടാവാം. ഒരാൾ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ മുൻവിധികൾ ഉണ്ടാവാം. അപ്പോൾ ഈ രീതിയിലുള്ള മുൻവിധികളൊക്കെ മാറ്റി നിർത്താൻ ഒരു ചരിത്രകാരനും പറ്റില്ല. അതുകൊണ്ട് നിഷ്പക്ഷ ചരിത്രം തന്നെ ആണ് തങ്ങൾ എഴുതുന്നത് എന്ന് ഇന്ന് ചരിത്രത്തെക്കുറിച്ച് സാമാന്യ ധാരണയുള്ള ആരും പറയാറില്ല. തങ്ങൾക്കൊരു പക്ഷമുണ്ട്. അതുകൊണ്ടാണ് നോ തിയറി നോ ഹിസ്റ്ററി എന്ന് പറയുന്നത്. സിദ്ധാന്തമില്ലെങ്കിൽ ചരിത്രമില്ല. അതുപോലെ അനാലിസിസ് ഹിസ്റ്റോറിയൻസ് പറഞ്ഞത് നോ പ്രോബ്ലം നോ ഹിസ്റ്ററി എന്നാണ്. എന്തെങ്കിലും പ്രശ്നമില്ലെങ്കിൽ ചരിത്രമില്ല. അപ്പൊ പ്രശ്നം എന്ന് വെച്ചാൽ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ ഒരു ഗവേഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വെറുതെ നിങ്ങൾ ഒരു സൂപ്പർവൈസറിന്റെ അടുത്ത് പോയിട്ട് എനിക്ക് ഗവേഷണം ചെയ്യണം എന്ന് പറയുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ നേരെ പോയി എനിക്ക് ഗവേഷണം ചെയ്യണം, എൻ്റെ വിഷയം, എൻ്റെ പ്രോബ്ലം ഇതാണ്. അപ്പൊ പ്രോബ്ലം എന്താണ് എന്ന് ചോദിക്കാം. അപ്പൊ കേരള ചരിത്രം എടുത്താൽ നമുക്ക് ഇഷ്ടംപോലെ പ്രോബ്ലംസ് ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ പഠിക്കുന്നു, ഇപ്പോ പറപ്പേടി, പുലപ്പേടി, മണ്ണാപ്പേടി ഒക്കെ നിങ്ങൾ പഠിക്കുന്നില്ലേ? ബർബോസ് എഴുതിയിട്ടുണ്ട്. 18-ാം നൂറ്റാണ്ട് 19-ാം നൂറ്റാണ്ട് വരെ നിലനിന്ന ഒരു സാമൂഹിക അനാചാരമാണത് മണ്ണാപ്പേടി. അപ്പോൾ ഈ പ്രത്യേകിച്ച് നായർ തറവാടുകളിലെ നായർ സ്ത്രീകൾ, സവർണ സ്ത്രീകൾ, പ്രത്യേകിച്ച് നായർ സ്ത്രീകൾ ഒരു വർഷത്തിലെ ചില പ്രത്യേക ദിവസങ്ങളിൽ ആ കുടുംബത്തിലെ നായർ പുരുഷനോടൊപ്പമല്ലാതെ തനിച്ച് പുറത്തിറങ്ങിയാൽ അങ്ങനെ പുറത്തിറങ്ങുന്നത് ഒരു പുലയനോ പറയനോ മണ്ണാനോ അല്ലെങ്കിൽ ആ പുറത്തിറങ്ങുന്ന സമയത്ത് അവരെ വടി കൊണ്ടോ ഒരു ചെറിയ കല്ല് കൊണ്ടോ എറിഞ്ഞു കൊള്ളിച്ചാൽ ആ സ്ത്രീ പടിക്ക് പുറത്താണ്. അങ്ങനെ ഒരു ആചാരം ഉണ്ടായിരുന്നു. അപ്പൊ അതൊരു പ്രശ്നം ആയി വരുന്നത് എങ്ങനെയാണ്? കാരണം ഈ നായന്മാർക്ക് ഈ നമ്പൂതിരി സംബന്ധവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു നമ്പൂതിരി നായർ സഖ്യം മധ്യകാല കേരളത്തിൽ ഏതാണ്ട് 19-20 നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്നു. അപ്പോ ഇത്രയും സമൂഹത്തിൽ അത്രയും പ്രാബല്യമുള്ള, അത്രയും മേധാവിത്വമുള്ള ഒരു പുലയനെയോ പറയനെയോ 19-ാം നൂറ്റാണ്ടിലോ 20-ാം നൂറ്റാണ്ടിന്റെ പൂർവാർദ്ധത്തിൽ പോലുമോ എന്തെങ്കിലും ദേഹോപദ്രവം ഏൽപ്പിച്ചാലും കൊന്നാൽ തന്നെയും ചോദിക്കാനും പറയാനും ആളില്ലാത്ത ഒരു സാമൂഹിക വ്യവസ്ഥയിൽ എങ്ങനെ ഇങ്ങനത്തെ ആചാരങ്ങൾക്ക് സാധുത കൽപ്പിക്കപ്പെട്ടു? മണ്ണാപ്പേടി, പുലപ്പേടി, പറപ്പേടി തുടങ്ങിയ എന്നുവെച്ചാൽ പുലയനോ പറയനോ നായർ സ്ത്രീയെ വർഷത്തിൽ ചില ദിവസങ്ങളിൽ ഒറ്റക്ക് തനിച്ച് കണ്ടാൽ കൊണ്ടുപോവാം, അല്ലെങ്കിൽ തനിച്ച് കാണണ്ട എറിഞ്ഞു കൊള്ളിച്ചാൽ കൊണ്ടുപോവാം എന്ന ആചാരം എങ്ങനെ ഉണ്ടാവുന്നു? അത്രയും മേധാവിത്വമുള്ള ഈ വിഭാഗങ്ങൾക്ക് അത്രയും മേധാവിത്വമുള്ളപ്പോൾ, പറയനും പുലയ ജാതികൾക്കുമല്ല ഞാൻ പറയുന്നത്, ഈ നായർ നായന്മാർക്ക് അത്രയും മേധാവിത്വമുള്ള ഒരു സമൂഹത്തിൽ എങ്ങനെ ഇത്തരത്തിലുള്ള ആചാരത്തിന് സാധുതയുണ്ടാവുന്നു എന്നുള്ള. ഇപ്പം അമേരിക്ക പറയുകയാണ് കൊല്ലത്തിൽ 365 ദിവസമുണ്ട്, അതിൽ 5 ദിവസം ഞങ്ങളെ ആരെ ആക്രമിച്ചാലും ഞങ്ങൾ തിരിച്ചടിക്കില്ല എന്ന് പറയുന്നതിന് തുല്യമല്ലേ അത്? അപ്പൊ ഇതാണൊരു പ്രോബ്ലം. അപ്പൊ ഈ പ്രോബ്ലം വെച്ചിട്ട് എന്തുകൊണ്ട് അങ്ങനെ ഒരു ആചാരം ഉണ്ടായി? അതിന് എന്തുകൊണ്ട് ഈ സമൂഹത്തിൽ മേധാവിത്വമുള്ള ആളുകൾ പോലും ഇത്തരം ഒരു ആചാരം തങ്ങളുടെ സ്ത്രീകളെ കൊണ്ടുപോവാം, ഇങ്ങനെ കണ്ടാലോ കല്ലെടുത്ത് അല്ലെങ്കിൽ ബടി കൊണ്ടെറിഞ്ഞാൽ കൊണ്ടുപോവാന്നുള്ള ഒരു ആചാരം എങ്ങനെ അവർ വകവെച്ചു കൊടുത്തു എന്നുള്ളതൊരു ചോദ്യമാണ്. അല്ലെങ്കിൽ മക്കത്തേക്ക് അവസാനത്തെ പെരുമാൾ മതം മാറി പോയിട്ടുണ്ടോ? മതം മാറിയിട്ടുണ്ടെങ്കിൽ എന്ത്? അല്ലെങ്കിൽ അതൊരു ലെജൻഡ് ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ചരിത്രപരമായിട്ടുള്ള സമസ്യ എന്താണ്? ഇതൊക്കെയാണ് കുറെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നിർദ്ധാരണം ചെയ്യാം.
അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രശ്നത്തിന്റെ ഇതുവരെ മുന്നോട്ട് വെച്ച വ്യാഖ്യാനത്തിന് ബദലായി പകരമായി അതല്ല, അതിനേക്കാൾ അത് തെറ്റാണ് വ്യാഖ്യാനം, പുതിയ വ്യാഖ്യാനം മുന്നോട്ട് വെക്കാം, അതും ഒരു ചരിത്ര ഗവേഷണമാണ്. അതല്ല, മൂന്നാമത്തെ തലത്തിലുള്ള ചരിത്ര ഗവേഷണം എന്ന് പറയുന്നത് കൂടുതൽ ഗംഭീരമായിട്ടുള്ള ചരിത്ര ഗവേഷണം. അതാണ് കാൾ മാർക്സും സ്പെംഗ്ലറും ഹെഗലും ടോയിൻബിയും ഒക്കെ ചെയ്തത്. അത് ലോക ചരിത്രം മുഴുവൻ പഠിച്ച് അതിൽ നിന്ന് വലിയ സാമാന്യവൽക്കരണങ്ങൾ നടത്തി തിയറിയിലേക്ക് വലിയ സിദ്ധാന്തം, ലോകത്തിന്റെ ഇന്ന് വരെയുള്ള ചരിത്രം വർഗ സമരങ്ങളുടെ ചരിത്രമാണ് എന്ന ഒരു സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്നു. അല്ലെങ്കിൽ ഹെഗൽ, ആരും അങ്ങനത്തെ പല രീതിയിൽ. അപ്പൊ ഞാൻ പറയുന്നത് ചരിത്രത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒബ്ജക്റ്റീവ് ആവാൻ പറ്റില്ല. അപ്പൊ ഏതാണ് ഏറ്റവും മികച്ച ചരിത്രം എന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? ചരിത്രം പഠിച്ച, ചരിത്രത്തെ പറ്റി, ചരിത്രത്തിന്റെ രീതിശാസ്ത്രത്തെ പറ്റി, ചരിത്രത്തിന്റെ പല പരിപ്രേക്ഷ്യങ്ങളെ പറ്റി, പെർസ്പെക്റ്റീവ്സ്, വീക്ഷണങ്ങളെ പറ്റി ധാരണയുള്ളവർ പറയുക ഇതാണ്. അതായത് ആ പുസ്തകം ഇപ്പോ നിങ്ങൾക്ക് ഒരു വിഷയത്തെ പറ്റി, ഇപ്പൊ പുന്നപ്ര വയലാർ, ആലപ്പുഴ കോളേജാണല്ലോ, ആലപ്പുഴ കോളേജാണ് സെന്റ് ജോസഫ്സ് കോളേജ് ഫോർ വിമൻ. പുന്നപ്ര വയലാർ ആലപ്പുഴ ആ പ്രദേശത്താണ്. അപ്പൊ പുന്നപ്ര വയലാർ സമരത്തെ പറ്റി പല പുസ്തകങ്ങളുണ്ട്, പല വ്യാഖ്യാനങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ പുന്നപ്ര വയലാറിനെ പറ്റി തന്നെ നിങ്ങൾക്ക് ഗവേഷണം ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അതിനെപ്പറ്റി നന്നായിട്ട് ഗൃഹപാഠം ചെയ്ത് അതിനെപ്പറ്റി കിട്ടാവുന്ന എല്ലാ പുസ്തകങ്ങളും രേഖകളും ഒക്കെ കണ്ടെത്തി വായിച്ച് പഠിച്ച് വേണം തുടങ്ങാൻ. അങ്ങനെ തുടങ്ങിക്കഴിയുമ്പോൾ, അങ്ങനെ വായിച്ച് പഠിച്ച് തുടങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇതൊന്നുമല്ല ശരി യഥാർത്ഥ വ്യാഖ്യാനം, മറ്റൊരു വ്യാഖ്യാനം മുന്നോട്ട് വെക്കാം എന്ന് തോന്നിയാൽ അത് ഒരു ചരിത്ര ഗവേഷണമാണ്. അപ്പോൾ മറ്റൊരു വ്യാഖ്യാനം മുന്നോട്ട് വെക്കണമെങ്കിൽ നിലവിലുള്ള തെളിവുകൾ നിങ്ങൾക്ക് പുനർവായിക്കാം, പുനർവായന നടത്താം. അപ്പം തെളിവുകൾ ഇപ്പോൾ സബാൾട്ടൺ ഹിസ്റ്റോറിയൻസ് ഒക്കെ, കീഴാള ചരിത്രകാരന്മാരൊക്കെ മിക്കവരും പുതിയ തെളിവ് സാമഗ്രികൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഭൂരിഭാഗം തെളിവുകളും പണ്ടത്തെ ദേശീയവാദ ചരിത്രകാരന്മാർ ഉപയോഗിച്ച തെളിവുകൾ തന്നെയായിരുന്നു. അതിനെ റീറീഡിങ്, പുനർവായിച്ചാണ് അവർ പല പുതിയ കാര്യങ്ങളും കണ്ടെത്തുന്നത്. അല്ലെങ്കിൽ പുതിയ തെളിവുകൾ കോടതികളിലും അതുപോലെ പള്ളികളിലും ഒക്കെ ഉണ്ടാവുന്ന തെളിവുകളുണ്ട്, പുതിയ തെളിവുകൾ ഒക്കെ കണ്ടെത്തി. അല്ലെങ്കിൽ വാമൊഴി പാരമ്പര്യം, ഓറൽ ട്രഡീഷൻസ്, ഓറൽ ഹിസ്റ്ററി, മിത്ത്, ലെജൻഡ്, ഫോക്ലോർ, ഫോക്ക് ടെയിൽസ്, ഫോക്ക് സോങ്സ്, ഇതിലൊക്കെ തെളിവുകൾ ചിതറിക്കിടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടെത്തി ആണ് അപ്പം പുതിയൊരു വ്യാഖ്യാനം മുന്നോട്ട് പോകുന്നത്. അപ്പൊ ചരിത്രത്തിൽ ഇന്നത്തെ ഉത്തരാധുനിക സമീപനമൊക്കെ വെച്ച് പറഞ്ഞാൽ ഹിസ്റ്ററി ഈസ് എ പെർസ്പെക്റ്റീവൽ നോളജ്. ചരിത്രം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. എന്ന് വെച്ചാൽ ചരിത്രം സത്യാത്മകത, നിഷ്പക്ഷത എന്നൊന്നുമില്ല. ട്രൂത്ത് ക്ലെയിംസ് മാത്രമേ ഉള്ളൂ. സത്യം അവകാശപ്പെടുന്നത്, ഇത് എൻ്റെത് നിഷ്പക്ഷമാണ്, യഥാർത്ഥ ചരിത്രമാണ് എന്നൊക്കെ പറയാം. അപ്പൊ ട്രൂത്ത് ക്ലെയിം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നമ്മുടെ ചരിത്രകാരന്മാരും ഗവേഷകരൊക്കെ ഉപയോഗിക്കുന്ന സാമഗ്രികളാണ് ഫുട് നോട്ട്, ബിബ്ലിയോഗ്രഫി, ഇൻഡെക്സ്, ഗ്ലോസറി പോലുള്ള ചരിത്രത്തിന്റെ കാര്യം. ഇങ്ങനെ പുസ്തകം എഴുതുമ്പോൾ അത് ഒരു സത്യാത്മകത, അതായത് ട്രൂത്ത്ഫുൾനെസ് അല്ലെങ്കിൽ ട്രൂത്ത് ക്ലെയിമിന് വേണ്ടി പണ്ഡിതന്മാർ ഉപയോഗിക്കുന്ന ചെപ്പടി വിദ്യകളാണെന്ന് ഹെയ്ഡൻ വൈറ്റിനെ പോലുള്ള, കീത്ത് ജെൻകിൻസിനെ പോലുള്ള ആളുകൾ, പോസ്റ്റ് മോഡേണിസ്റ്റ്, അതായത് ഉത്തരാധുനിക പരിപ്രേക്ഷ്യത്തിൽ ചിന്തിക്കുന്ന ചരിത്രത്തിന്റെ തത്വചിന്തകർ പറയും. അവർ പറയും ചരിത്രം, ഹിസ്റ്ററി is a literary product or literary artifact, the content of which is invented as much as found. History is just like any type of fiction, such as short story, novel or drama or poetry. ചരിത്രം എന്ന് പറഞ്ഞാൽ കെട്ടുകഥയില്ലാതെ മറ്റൊന്നുമല്ല. അത് ഒരു ചെറുകഥ പോലെ, നോവല് പോലെ ഒക്കെ ഒരു ഫിക്ഷൻ മാത്രമാണ്. അതൊരു സാഹിത്യ ഉൽപ്പന്നമാണ്. കാരണം അത് എഴുതുന്നത് ഭാഷയിലാണ്.
അപ്പോൾ അതിലെ വസ്തുതകൾ, അതിലെ വ്യാഖ്യാനങ്ങളൊക്കെ കണ്ടു കിട്ടാൻ വേണ്ടി അവിടെ കിടക്കുന്നതല്ല. അത് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്, ഇൻവെന്റ് ചെയ്യുന്നതാണ്. അല്ലാതെ ആ വ്യാഖ്യാനം അവിടെ പുരാതന കാലം മുതൽ ഒരു വ്യാഖ്യാനം, ഒരു ചരിത്ര വസ്തുത അല്ലെങ്കിൽ വസ്തുത പോലും നിഷ്പക്ഷമല്ല. അത് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കുമ്പോൾ മനസ്സിലാവും. ഒരു വസ്തുതയും ഇപ്പോൾ തരിസാപ്പള്ളി ചെപ്പേട് എന്ന് പറഞ്ഞാൽ ആ ചെപ്പേട് എഴുതിയ ആളുകളുടെ, ചെപ്പേട് എഴുതാൻ അനുശാസിച്ച രാജാവിൻ്റെയും അവരുടെ കാഴ്ചപ്പാടിലുള്ള ഇതാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങളെ ഒരു അതീവ ലളിതവൽകൃതമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ, അപ്പോൾ നിങ്ങളെ പാമ്പ് കടിച്ചു. അപ്പോൾ നിങ്ങളുടെ വ്യാഖ്യാനം പാമ്പ് കടിച്ചു, അല്ലെങ്കിൽ പാമ്പ് കടിച്ച ഒരാൾ മരിച്ചു എന്ന് കരുതുക. അപ്പോൾ നമ്മുടെ മനുഷ്യരുടെ വ്യാഖ്യാനം എന്താ? അയാൾ പാമ്പ് കടിച്ചു മരിച്ചു. പാമ്പിനോട് ചോദിച്ചാൽ എന്തായിരിക്കും പറയാം? എൻ്റെ തലക്ക് ചവിട്ടി ഏതാണ്ട് ഞാൻ അരഞ്ഞ് ചതഞ്ഞ് ചാവാനാവും ആയ വേദനയിലാണ് ഞാൻ, ഒരു നിവൃത്തിയുമില്ലാതെ കടിച്ചതാണ്, എനിക്ക് വേറെ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല എന്നാണ് പാമ്പ് പറയാ. അപ്പൊ പാമ്പിന്റെ വ്യാഖ്യാനം മറ്റൊന്നാണ്. നമ്മുടേതിൽ നിന്ന് തീർത്തും ഭിന്നമായ വ്യാഖ്യാനമാണ് പാമ്പിൻ്റെത്. ഇത് ലളിതവൽകൃതമായിട്ടുള്ളൊരു ഉദാഹരണം ആണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ചരിത്രത്തിൽ ഒരു ശാശ്വത സ്ഥിര സത്യം, സ്ഥിര വ്യാഖ്യാനം, സ്ഥിര വസ്തുത ഒന്നുണ്ടെങ്കിൽ തന്നെ അതിനെ പല മട്ടിൽ വ്യാഖ്യാനിക്കാം. അപ്പോൾ അങ്ങനെ ഇല്ല. അപ്പോൾ ചരിത്രം എന്ന് പറയുന്നത് മാറി മാറി വരുന്ന പരിപ്രേക്ഷ്യങ്ങളാണ്. അപ്പോൾ ദേശീയവാദ ചരിത്രത്തിന്റെ പരിപ്രേക്ഷ്യം മാറി പിന്നീട് ദേശീയവാദ ചരിത്രത്തെ തന്നെ വിമർശിച്ചു കൊണ്ടുവന്ന, അല്ലെങ്കിൽ ഇന്ത്യ ചരിത്രത്തിന്റെ ദേശീയവാദ പരിപ്രേക്ഷ്യത്തെ വിമർശിച്ചു കൊണ്ടുവന്നതാണ് മാർക്സിസ്റ്റ്, ഡി കൊസാംബിയെ പോലുള്ള ആളുകൾ. ഇവ രണ്ടിനെയും വിമർശിച്ചിട്ടാണ് കേംബ്രിഡ്ജ് പോലുള്ള സ്കൂളുകൾ തുടങ്ങുന്നത്. അവയൊക്കെ ദേശീയവാദ, കേംബ്രിഡ്ജ്, ഈവൻ മാർക്സിസ്റ്റ് ചരിത്ര വിജ്ഞാനീയ ശാഖകളെ, ധാരകളെ വിമർശിച്ചുകൊണ്ടാണ് സബാൾട്ടേൺ ഹിസ്റ്റോറിയോഗ്രാഫിയെ വിമർശിച്ചുകൊണ്ടാണ് പിന്നീട് ദളിത് ഹിസ്റ്റോറിയോഗ്രാഫിയെ ദളിത് ഹിസ്റ്റോറിയോഗ്രാഫിയുടെ ഏറ്റവും വലിയ വിമർശനം സബാൾട്ടേൺ ഹിസ്റ്റോറിയോഗ്രാഫിയിൽ സബാൾട്ടേൺസിൽ തന്നെ സബാൾട്ടേൺസായ ദളിതരെ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നീട് 10 വോളിയങ്ങളിലൊക്കെയാണ് ദളിത്. സബാൾട്ടേൺ ഗ്രൂപ്പ്സിൽ ആരൊക്കെയാണ്? രണജിത് ഗുഹയെ പോലുള്ള ആളുകൾ ഉൾപ്പെടുത്തുന്നത്. ഈവൻ പെറ്റി ജമീന്ദാർസ്, പെറ്റി ലാൻഡ് ലോഡ്സ് വരെ, ഇംപോവറിഷ്ഡ് ലാൻഡ് ലോഡ്സ് വരെ അതിലുണ്ട്. പെസൻസ് ആണ് മിക്കവരും. അപ്പോൾ ലാൻഡ്ലെസ് ലേബറേഴ്സ് ആണ് ഏറ്റവും അധികം ദളിതർ ഒക്കെ ഉള്ളത്. ലാൻഡ്ലെസ് ലേബറേഴ്സ് ആണ്. അവരുടെ കഥകൾ അധികം വരുന്നില്ല. അപ്പം പിന്നെ പോസ്റ്റ് കൊളോണിയൽ ഹിസ്റ്ററി, പിന്നെ ജെൻഡർ ഹിസ്റ്ററി, ഓരോ കാലത്തും ഓരോരോ പരിപ്രേക്ഷ്യങ്ങൾ ചരിത്രത്തിൽ ഉണ്ടാവും. പല പരിപ്രേക്ഷ്യങ്ങളുണ്ടാവും. ചില പരിപ്രേക്ഷ്യങ്ങൾക്ക് മേധാവിത്വം ഉണ്ടാവും, ചിലത് മേധാവിത്വത്തിന് വേണ്ടി പോരാടും. പണ്ട് മേധാവിത്വത്തിലില്ലാത്ത പരിപ്രേക്ഷ്യങ്ങൾ പിൽക്കാലത്ത് മേധാവിത്വത്തിലേക്ക് വരും. ഇപ്പോൾ മേധാവിത്വത്തിലുള്ളവ, ഇപ്പോൾ 1950-കൾ 60-കളിലൊക്കെ ദേശീയവാദ ചരിത്ര വ്യവഹാരങ്ങൾക്കായിരുന്നു ഇന്ത്യയിൽ മേധാവിത്വം. ഇന്നതില്ല. അപ്പോൾ ഒന്നും ശാശ്വത മേധാവിത്വം പുലർത്തുന്നില്ല. അപ്പൊ തലമുറകൾ, അതുകൊണ്ടാണ് ക്രിസ്റ്റഫർ ഹിൽ, ഇതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ക്രിസ്റ്റഫർ ഹിൽ എന്ന ബ്രിട്ടീഷ് മാർക്സിസ്റ്റ് ചരിത്രകാരൻ, കീഴെ നിന്നുള്ള ഹിസ്റ്ററി ഫ്രം ബിലോ, കീഴെ നിന്നുള്ള ചരിത്രത്തിന്റെ പ്രോദ്ഘാടകരിൽ ഒരാൾ E.P. തോംസണാണ്. അദ്ദേഹം പറഞ്ഞത്, ചരിത്രം മാറിക്കൊണ്ടേയിരിക്കും, മാറ്റി എഴുതിക്കൊണ്ടേയിരിക്കും, മാറ്റി എഴുതപ്പെട്ടുകൊണ്ടിരിക്കും. അതിന്റെ കാരണം ഭൂതകാലം മാറുന്നു എന്നതുകൊണ്ടല്ല. ഭൂതകാലം ഒരിക്കലും മാറുന്നില്ല. പക്ഷേ വർത്തമാനകാലം മാറുന്നു. എന്ന് വെച്ചാൽ ഓരോ വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ ഇന്ന് എന്ന അവസ്ഥ കഴിഞ്ഞു. ഞാനിപ്പോ 1 മണിക്കൂർ കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞതൊക്കെ കഴിഞ്ഞു, ഭൂതകാലത്തിലേക്ക് പോയി. അപ്പോൾ ശാശ്വതമായുള്ളത് ഈ മാറിക്കൊണ്ടിരിക്കുന്ന വർത്തമാനമാണ്. ശാശ്വതമായിട്ടുണ്ട്. ഭൂതകാലം കഴിഞ്ഞു, ഫ്യൂച്ചർ, ഭാവി വരാനിരിക്കുന്നു അറിയില്ല. അപ്പം നിരന്തരം അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന വർത്തമാനത്തിന്റെ സത്യമേ ഉള്ളൂ. അപ്പം വർത്തമാനം അനുനിമിഷം അനുക്രമം മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഓരോ വർത്തമാനവും
ഓരോ തലമുറയും ഓരോ വർത്തമാന കാലവും ഭൂതകാലത്തിലേക്ക് നോക്കുന്ന ചോദ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഓരോ വർത്തമാന നിമിഷത്തെയും സ്വാധീനിക്കുന്ന കാര്യങ്ങൾ, അതിൽ ജീവിക്കുന്ന ചരിത്രകാരനെ ബാധിക്കുന്ന അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന പക്ഷപാതങ്ങളും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് ചരിത്രം എന്നത് വളരെ വിശാലമായിട്ടുള്ള, അപ്പം നിങ്ങൾക്ക് ചരിത്രം പഠിക്കാൻ, ഇപ്പോൾ ഞാൻ ഒരു MBBS വിദ്യാർത്ഥി പണ്ട് പഠിച്ചിരുന്നു 4 കൊല്ലത്തോളം. അപ്പം ഞാൻ പറയുന്നത്, ഇപ്പം നിങ്ങൾക്ക് അനാട്ടമി എന്നുള്ള വിഷയം പഠിക്കാൻ ഗ്രേസ് അനാട്ടമി എന്ന് പറയുന്ന ബൃഹത് ഗ്രന്ഥമുണ്ട്, 1000 പേജോളം അതിൽ പരമുള്ള. അത് വായിച്ചാൽ MBBS പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് പിന്നെ മറ്റൊരു പുസ്തകം വായിക്കേണ്ടതില്ല. അതുപോലെ MBBS പഠിക്കുന്ന, MD ഒന്നുമല്ല, MBBS പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഫിസിയോളജി പഠിക്കാൻ ഗൈട്ടൺ എഴുതിയ ഫിസിയോളജി ബുക്ക് മതി. അതേസമയം ഒരു ബിരുദാനന്തര ബിരുദ തലത്തിൽ നല്ലവണ്ണം ചരിത്രം പഠിക്കുന്ന, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മലബാർ കലാപത്തെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ ബൃഹത്തായ അറിവ്, കൂടുതൽ 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 പരിപ്രേക്ഷ്യങ്ങൾ, കൂടുതൽ വ്യാഖ്യാനങ്ങളും വീക്ഷണങ്ങളും അറിയാൻ നിങ്ങൾ ഒരു പുസ്തകമല്ല 10 പുസ്തകമല്ല, ചിലപ്പോൾ അതിലേറെ പുസ്തകങ്ങൾ വായിക്കേണ്ടി വരും. അപ്പോൾ ഒരു ചരിത്ര പഠനം അതിൻ്റെ സങ്കീർണമായ ചരിത്രവിജ്ഞാനിയം എന്ന വിഷയത്തിൻ്റെ സങ്കീർണത മനസ്സിലാക്കി നിങ്ങൾ ചരിത്രം പഠിക്കാൻ ആഗ്രഹിച്ചാൽ നിങ്ങളുടെ ചരിത്ര പഠനം വളരെ വ്യത്യസ്തവും വിപുലവും ബൃഹത്തുമാവും. മാത്രമല്ല, നിങ്ങൾക്ക് ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറും. അപ്പോൾ ചരിത്ര പഠനം അത്ര ലാഘവ ബുദ്ധിയോടെ കാണേണ്ട ഒന്നല്ല. കാരണം അത് രാജാക്കന്മാരുടെയും കുറേ വർഷങ്ങളുടെയും കഥയല്ല. നമ്മൾ എങ്ങനെ ഇങ്ങനെയായി എന്നതിൻ്റെ കഥയാണ്. അത് ചെറിയ കഥയല്ല, അത് വളരെ സങ്കീർണമായ കഥയാണ്. ഒരു ദിവസം കൊണ്ടല്ല. അതുകൊണ്ടാണ് 2012 ഒടുവിൽ അന്തരിച്ച ബ്രിട്ടീഷ് മാർക്സിസ്റ്റ് ചരിത്രകാരനായ എറിക് ഹോബ്സ്ബോം ചരിത്രത്തെ ഇങ്ങനെ നിർവചിച്ചത്: ഹിസ്റ്ററി ഈസ് എൻ അക്കൗണ്ട് ഓഫ് ഹൗ എ കേവ് മാൻ ബിക്കേം എ സ്പേസ് മാൻ. ചരിത്രം എന്നത് എങ്ങനെ ഗുഹാമനുഷ്യൻ എങ്ങനെ ബഹിരാകാശ മനുഷ്യനായി മാറി എന്നതിൻ്റെ കഥയാണ്. അത് 100 കൊല്ലം കൊണ്ടും 1000 കൊല്ലം കൊണ്ടും സംഭവിച്ച കഥയല്ല. അതിന് നിങ്ങൾക്ക് ഏറ്റവും വായിച്ചു പോകാവുന്ന ഒരു കൃതി യുവൽ നോഹ് ഹരാരി എഴുതിയ സാപ്പിയൻസ്, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മാൻകൈൻഡ് എന്ന് DC ബുക്സ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, മലയാളത്തിൽ ലഭ്യമാണ്. അത് നമ്മുടെ കഥയാണ്. എങ്ങനെയാണ് മനുഷ്യവർഗത്തിൻ്റെ കഥയാണ്. എങ്ങനെയാണ് ആഫ്രിക്കയിൽ ഉത്ഭവിച്ച ഹോമോ സാപ്പിയൻസ് എന്ന ആധുനിക സ്പീഷീസ് പിന്നീട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും എത്തി, ഇങ്ങനെ ഈ പറഞ്ഞ ബഹിരാകാശ മനുഷ്യനോളം ചൊവ്വയിൽ പോകാൻ ആവുന്നിടത്തോളം എത്തി നിൽക്കുന്നത് എന്നതിൻ്റെ കഥയാണ്. അത് വളരെ ലളിതമായി നിങ്ങൾക്ക് വായിച്ചു പോവാം. മലയാളത്തിൽ ലഭ്യമാണ്, ഇംഗ്ലീഷിലും ലഭ്യമാണ്. അത്തരം പുസ്തകങ്ങളൊക്കെ വായിച്ച് നിങ്ങൾ പഠിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ വളരെ സങ്കീർണവും വളരെ വിശാലവും ആയിട്ടുള്ളൊരു വിഷയമാണെന്ന് അപ്പോൾ മനസ്സിലാവും. അതിൻ്റെ ഗൗരവത്തോടെ പഠിച്ചാൽ നിങ്ങൾക്ക് പല മേഖലകളിലും എത്തിച്ചേരാൻ പറ്റും. വെറും അധ്യാപകർ ആവുക എന്നത് മാത്രമല്ല, സിവിൽ സർവീസിലും ഏത് PSC പരീക്ഷ എഴുതിയാലും, ഏത് കോമ്പറ്റീഷൻ ടെസ്റ്റ് എഴുതിയാലും ചരിത്രത്തിൽ നിന്നും, അതുപോലെ ചരിത്രം വായിക്കുമ്പോൾ നിങ്ങൾ എന്തായാലും 1-2 പത്രങ്ങൾ സ്ഥിരമായി വായിക്കണം. കാരണം പത്രങ്ങളൊക്കെ പറയുന്നത് നടന്നുപോയ സംഭവങ്ങളെക്കുറിച്ച്. അതിൽ ഒന്നാന്തരം ലേഖനങ്ങളുണ്ടാവും, പഴയ കാര്യങ്ങളെക്കുറിച്ചും ഇതിനെക്കുറിച്ചുമെല്ലാം. അതൊക്കെ ചരിത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച ആലപ്പുഴ സെൻറ് ജോസഫ്സ് വിമൻസ് കോളേജിലെ സന്ധ്യ ടീച്ചർക്കും അവിടെയുള്ള മറ്റധ്യാപകർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. വിദ്യാർത്ഥികൾക്കും, എന്നെ ഇതുവരെ കേട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. Thank you, sir. This was really an intellectual treat. Splendid. Thank you. With the
ഡിഗ്രി വിദ്യാർത്ഥികൾ അവരുടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്ട്രക്ചേർഡ് സിലബസിൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ഒരു കുട്ടികളാണ് ബിരുദ വിദ്യാർത്ഥികൾ. അവർക്ക് ഈ ക്ലാസ്, സാറിന്റെ ക്ലാസ് ഹിസ്റ്ററിയുടെ ഏറ്റവും എന്താ പറയാ ഒരുപാട് വിശാലമായിട്ടുള്ള തലങ്ങളിലേക്ക് അവരെ കൊണ്ടെത്തിച്ചു. ഒരുപാട് ചരിത്രത്തിന്റെ അവർ ഇതുവരെ കേൾക്കാത്ത രീതിയിലുള്ള ചരിത്ര മേഖലകള്, ഭക്ഷണ രീതിയുടെ ചരിത്രം, അസുഖങ്ങളുടെ ചരിത്രം, വസ്ത്രധാരണ രീതി, അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള പല രീതിയിലുള്ള ആശയങ്ങളിലേക്ക് അവരെ കൊണ്ടെത്തിക്കുകയാണ് സാർ ചെയ്തത്. അതുപോലെ അവരിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠന രീതികൾ, പെർസ്പെക്റ്റീവ്സ്, ഒബ്ജക്ടിവിറ്റി, സബ്ജക്ടിവിറ്റി, ഇതിനെ കുറിച്ച്, അതുപോലെ തന്നെ ഡെഫിനിഷൻസ്, ഇംഗ്ലീഷുകാരന്റെ ഡെഫിനിഷനും കാർലയുടെ ഡെഫിനിഷനും എല്ലാം, ക്രോച്ച്, അതൊക്കെ അവരിപ്പോ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഫസ്റ്റ് സെമ്മില്. അതിനെ കുറിച്ചൊക്കെ ഒരു നല്ലൊരു ഗ്രാഹ്യം അവർക്ക് ഈ ക്ലാസ്സിലൂടെ കിട്ടി. വളരെ നന്ദി ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ചതിന്. കുട്ടികളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സാറിനോട് ചോദിക്കാം ഈ സമയത്ത്. സ്റ്റുഡൻസ്, ഹലോ സാർ. കേൾക്കാം, പറയൂ. സാർ, ഇപ്പം ചരിത്ര വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു പുസ്തകത്തിൽ ഒതുങ്ങുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് യാത്രകളാണെന്ന് കേട്ടിട്ടുണ്ട്. സാറിന്റെ അഭിപ്രായം എന്താണ് അതിനെക്കുറിച്ച്? യാത്രകൾ നല്ലതാണ്. യാത്രകൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നൽകും. പുസ്തകങ്ങൾ ഒതുങ്ങി നിൽക്കാതെ പുസ്തകങ്ങൾ തന്നെ ഒരു യാത്രയല്ലേ വാസ്തവത്തിൽ. നിങ്ങൾക്ക് ഒരു പുസ്തകത്തിലൂടെ പുസ്തകം വായിക്കുമ്പോൾ വാസ്തവത്തിൽ ഒരു വലിയ യാത്ര തന്നെയാണ് നടത്തുന്നത്. കാരണം നിങ്ങൾ ഒരു പുസ്തകത്തിൽ യാത്ര അത്ര പ്രധാനമല്ല എന്നല്ല ഞാൻ പറയുന്നത്. പുസ്തക വായന തന്നെ ഒരു യാത്രയാണ് വാസ്തവത്തിൽ. അപ്പൊ നിങ്ങൾ ഭൂതകാലത്തിലേക്ക്, ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് നോവല് പോലെ വായിച്ചു പോകാൻ പറ്റുന്ന ഒരു കൃതിയാണ് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ, ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ്. അത് എന്ന് വെച്ചാൽ ഏതാണ്ടൊരു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമ്പാദനത്തിന് മുമ്പുള്ള ഒരു 10 കൊല്ലം പ്രതിപാദിക്കുന്ന കൃതിയാണെങ്കിൽ പോലും അത് വായിച്ചു പോകുമ്പോൾ നമുക്ക് അക്കാലത്തെ സംഭവങ്ങൾ മിന്നിമറിയാണ്. മൗണ്ട് ബാറ്റൺ, ജിന്ന, നെഹ്റു, രാജഗോപാലാചാരി, പട്ടേൽ, എല്ലാവരുടെയും അദ്ദേഹത്തിന്റെ വ്യാഖ്യാനമാണെങ്കിൽ പോലും. അപ്പം യാത്രകൾ പോകുന്നത് ഇപ്പോൾ ഹാരപ്പൻ, ഇപ്പോൾ ലോഥൽ, അല്ലെങ്കിൽ ധുളവിര, അല്ലെങ്കിൽ ഹരിയാനയിലെ രാഖിഗഡി, ബനവാലി, അങ്ങനെ കുറെ ഹാരപ്പൻ. അവിടെ പോയാൽ നിങ്ങൾക്ക് ആ ചരിത്രത്തിന്റെ സ്പന്ദനം, ആ ഭൂതകാലത്തിന്റെ സ്പന്ദനം കൂടുതൽ വ്യക്തമായി കിട്ടും. ഇപ്പോൾ ഇന്ത്യയിൽ ഉത്ഖനനം ചെയ്യപ്പെടുന്ന വലിയൊരു ഹാരപ്പൻ നഗര കേന്ദ്രമാണ്, ഇന്ന് അത് നഗരമല്ല, ഗ്രാമമാണ് രാഖിഗഡി, ഹരിയാനയിലെ. അപ്പോൾ അവിടെയൊക്കെ നേരിട്ട് ഇപ്പം നിങ്ങളിപ്പം മുസിരിസിനടുത്തുള്ള, പറവൂരിനടുത്തുള്ള പട്ടണം, അവിടുത്തെ ഉത്ഖനനങ്ങളൊക്കെ കണ്ടാൽ അങ്ങനത്തെ യാത്രകൾ. പിന്നെ ഓരോ യാത്രയും വ്യത്യസ്ത സമൂഹങ്ങൾ, സംസ്കാരങ്ങൾ, ഭാഷകൾ, വൈവിധ്യങ്ങൾ ഒക്കെ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ഇന്ത്യയുടെ വൈവിധ്യം അറിയാൻ കേരളത്തിൽ തന്നെ യാത്ര ചെയ്യാം, അല്ലെങ്കിൽ കേരളത്തിന് പുറത്തേക്കൊക്കെ നിരന്തരം യാത്രകൾ ചെയ്താൽ ഇന്ത്യ ഇത്രമേൽ വൈവിധ്യപൂർണമായ രാജ്യമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് വലിയ അനുഭവമാണ്. അതേസമയം നിങ്ങൾക്ക് പുസ്തക വായന എന്ന് പറഞ്ഞാൽ മറ്റൊരു തരത്തിലുള്ള ഭാവനാപരവും ബൗദ്ധികവുമായ യാത്രയാണ്. ഓരോ പുസ്തകവും ഓരോ യാത്രയാണ്. വ്യത്യസ്തമായ യാത്രാ പദങ്ങളാണ് ഓരോ പുസ്തകങ്ങളും നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു കിടന്നത്. അതുകൊണ്ട് പുസ്തക വായന തീരെ ഒഴിവാക്കി വെറും യാത്ര ചെയ്തതുകൊണ്ട് കാര്യമില്ല. രണ്ടും യാത്ര ചെയ്യാൻ പറ്റുന്നവർ യാത്ര ചെയ്യുക. പുസ്തക വായന എന്ന് വെച്ചാൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കും ഗൈഡും മാത്രമല്ലാതെ ലൈബ്രറിയിൽ പോയി നിങ്ങൾക്ക് ആവശ്യമുള്ള പുസ്തകങ്ങൾ ധാരാളമുണ്ട്. അപ്പോൾ ചില നോവലുകളൊക്കെ വായിക്കുന്നത് ചരിത്ര വായന പോലെ തന്നെയാണ്. നോവലുകളൊക്കെ വായിക്കണം. ഓക്കെ, താങ്ക് യു സാർ. ഹലോ സാർ. കേൾക്കാം, പറയൂ. സാർ, നമ്മൾ പലപ്പോഴും ഹിസ്റ്ററി പഠിക്കുമ്പോഴത്തേക്കും
എന്താ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഫാക്ട്സ് നമുക്കറിയാം. ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ എന്താ പെർമനന്റ് ആയിട്ടല്ല, അതിൽ മാറ്റങ്ങൾ വരുമെന്ന് നമ്മൾ എപ്പോഴും അംഗീകരിക്കാറുണ്ട്. പക്ഷേ കൂടുതൽ പേരും മതം എടുക്കുമ്പോഴത്തേക്കും റിലീജിയസ് ആയിട്ടുള്ള സ്ക്രിപ്റ്റേഴ്സോ അതും ഒരു ഹിസ്റ്റോറിക്കൽ അതിലൂടെ കടന്നു വന്നത് തന്നെയല്ലേ സാർ? പക്ഷെ അത് ആൾക്കാർ അംഗീകരിക്കാൻ ഒരിക്കലും റെഡിയല്ല. എന്താണ് അതിൽ ഒരു ലോജിക്ക് കണ്ടെത്താനോ അല്ലെങ്കിൽ അത് എന്താ ഏൻഷ്യൻ ടൈം തൊട്ട് അല്ലെങ്കിൽ ലോകത്തിന്റെ ഫസ്റ്റ് ആ സ്റ്റാർട്ടിങ് പോയിന്റ് തൊട്ടേ ഒന്ന് തന്നെയാണ്. അതങ്ങനെ തന്നെയാണ്. അല്ലാതെ അതിൽ തൊടുമ്പോഴത്തേക്കും ആൾക്കാർക്ക് ഭയങ്കര എന്താണ് ഒരു അംഗീകരിക്കാനുള്ള ഒരു ഇത് വരത്തില്ല. അപ്പൊ അതെന്തുകൊണ്ടാണ് സാർ അങ്ങനെ സംഭവിക്കുന്നത്? മതവും ശാസ്ത്രീയ ചിന്തയും നമ്മൾ വ്യത്യാസം. ഇപ്പം മതത്തിൽ തന്നെ ഇപ്പൊ ക്രിസ്തു മതത്തിൽ കുറച്ച് മുമ്പ് വരെ ഉണ്ടായിരുന്നു. ഇപ്പം പോപ്പ് മാറ്റി പറഞ്ഞു. അതായത് 4004 BC ഒരു ദിവസം രാവിലെ അല്ല 6 മണിക്കോ ആണ് പ്രപഞ്ചമുണ്ടായത് എന്ന് വിശ്വസിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു. ക്രിസ്തു മതത്തിന്റെ ആചാര്യന്മാർ അങ്ങനെ പറഞ്ഞിരുന്നു. ഇപ്പം പറയുന്നില്ല. ഇപ്പം മഹാവിസ്ഫോടനം സിദ്ധാന്തത്തെ അംഗീകരിച്ചിരിക്കുന്നു വത്തിക്കാൻ. മഹാവിസ്ഫോടനം, ബിഗ് ബാങ് മൂലമാണ് പ്രപഞ്ചമുണ്ടായത്. പക്ഷെ ബിഗ് ബാങ് എങ്ങനെ ഉണ്ടായി, എന്തുകൊണ്ടുണ്ടായി എന്നുള്ള ചോദ്യത്തിലൂടെ ദൈവത്തിലേക്ക് എത്താം. അപ്പോൾ കാലം, ആ ക്രൊണോളജി എന്ന് വെച്ചാൽ 4000 BC ഏതാണ്ട് 6000 കൊല്ലങ്ങൾക്ക് മുമ്പ്. അപ്പൊ മനുഷ്യർ ഭൂമുഖത്ത് എത്തിയിട്ടൊരു മനുഷ്യർ, ഇന്ന് കാണുന്ന ആധുനിക മനുഷ്യർ, ഹോമോസാപ്പിയൻസ് ഏതാണ്ടൊരു 2-3-4 ലക്ഷം കൊല്ലങ്ങളായിട്ടുണ്ട്. ഒരുപക്ഷെ പ്രപഞ്ചത്തിലെ ഏറ്റവും പിൽക്കാലം, ഏറ്റവും പുതിയ സ്പീഷീസ് എന്ന് പറയുന്നത് നമ്മളാണ്. അതിനും എത്രയോ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ചുറ്റുമുള്ള പാമ്പും ഓന്തും എല്ലാ സംഭവങ്ങളും ഉണ്ട്, ഈച്ചയും ഉറുമ്പും. പക്ഷെ മനുഷ്യർ ഒരുപക്ഷെ പ്രപഞ്ചത്തിലെ ഏറ്റവും പുതിയ സ്പീഷീസാണ്, ഈ ആധുനിക മനുഷ്യർ. അപ്പൊ എന്താന്ന് വെച്ചാൽ ഈ മതം, അപ്പൊ ഖുർആനിൽ പറയുന്നു ഭൂമി പരന്നിട്ടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോ അത് അല്ല എന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടു. അപ്പൊ കോപ്പർനിക്കസ് പറഞ്ഞില്ലേ, കോപ്പർനിക്കസിന്റെ സിദ്ധാന്തങ്ങൾ സഭയെ വെല്ലുവിളിക്കുന്നതാണ് എന്ന് പറഞ്ഞാണല്ലോ അദ്ദേഹത്തിന് എതിരെ നടപടികൾ എടുത്തത്. ഗലീലിയോ സത്യം വിളിച്ചു പറഞ്ഞ് നടപടി നേരിടേണ്ടി വന്നില്ലേ? അപ്പോൾ പരിണാമ സിദ്ധാന്തത്തെ ഇന്നും അംഗീകരിക്കാത്ത എത്രയോ വിശ്വാസികളില്ലേ എല്ലാ മതങ്ങളിലും. അപ്പൊ മതവിശ്വാസം എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെ, അതിന് യുക്തിയുമായി ഒന്നും ബന്ധമില്ല. അത് മതം അങ്ങനെ പറയുന്നു, വിശുദ്ധ ഗ്രന്ഥങ്ങൾ അങ്ങനെ പറയുന്നു, അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് വെപ്പ്. അല്ലാതെ നിത്യജീവിതത്തിലെ കാര്യങ്ങൾ വരുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്നില്ല ഈ നമ്മളിപ്പോൾ വൻകിട അല്ലെ ആധുനിക വൈദ്യശാസ്ത്രം. നമുക്കിപ്പോൾ അപ്പൻഡിസൈറ്റിസ് അതിരൂക്ഷമായാൽ ശസ്ത്രക്രിയയെ എതിർക്കുന്ന ചില പ്രകൃതി ചികിത്സാവാദികളൊക്കെ ഉണ്ടാവും. ഗാന്ധിജി ശസ്ത്രക്രിയക്ക് ഭയങ്കര എതിരായിരുന്നു, സൂചി വെക്കുന്നതിന് ഭയങ്കര എതിരായിരുന്നു. ആധുനിക വൈദ്യത്തോട് തന്നെ ഗാന്ധിജിക്ക് വലിയ വിരോധമായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റിൽ ഗാന്ധിജിയുടെ സന്തത, ഗാന്ധിജിയുടെ നിഴലായി കൂടെ ഉണ്ടായിരുന്ന വളരെ അകന്ന ബന്ധുവായിട്ടുള്ള ഒരു യുവതി മനുവിന് ഭയങ്കര അപ്പൻഡിസൈറ്റിസ് വന്നപ്പം വേദന കൊണ്ട് പൊള്ളുകയാണ്. അപ്പോൾ ഗാന്ധിജി പറഞ്ഞു, പ്രകൃതി ചികിത്സയുടെ ഉപാസകനായിരുന്നു ഗാന്ധിജി. അപ്പോൾ ഗാന്ധിജി പറഞ്ഞു, നീ മനുവിനോട് ഇതൊന്നും ആധുനിക വൈദ്യശാസ്ത്രമൊന്നും വേണ്ട, മോഡേൺ മെഡിസിൻ ഒന്നും പരീക്ഷിക്കേണ്ട. രാവിലെ ഈ ദേഹമാസകലം ചെളി പുരട്ടി നല്ല രാവിലത്തെ പ്രഭാതത്തിലെ ആ വെയിൽ കൊണ്ട് ഇങ്ങനെ കിടന്നാൽ മതി, അതുകൊണ്ട് ഇത് മാറുന്നു. അങ്ങനെ 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ആദ്യം വളരെ വളരെ രൂക്ഷമായിട്ടുള്ള വേദന വന്നു. അപ്പോൾ ബ്രിട്ടീഷ് ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെ ചെളിയിൽ പൊതച്ച് എന്ന് രാവിലെ കിടത്തുകയാണെങ്കിൽ 2 ദിവസം കഴിഞ്ഞാൽ നേരെ അവിടെ കുഴി ഒഴിച്ചിട്ട് അതിൽ തന്നെ കിടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ തീരെ മനസ്സോടെയാണ് ഗാന്ധിജി അപ്പൻഡിസൈറ്റിസ് ഓപ്പറേഷന് സമ്മതിക്കുന്നതും മനു ആ ഓപ്പറേഷൻ മുന്നിൽ രക്ഷപ്പെട്ടു. അപ്പോൾ ഗാന്ധിജിയുടെ ഭാര്യയ്ക്ക് ട്യൂബർകുലോസിസ് ആയിരുന്നു, TB. അന്ന് ട്യൂബർകുലോസിസ് എന്ന് പറഞ്ഞാൽ
ചികിത്സയില്ലാത്ത രോഗമാണ്. ആന്റിബയോട്ടിക്, പെൻസിലിൻ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ കമലാ നെഹ്റുവിന്റെ ഭാര്യയൊക്കെ മരിക്കുന്നത് പെൻസിലിൻ കണ്ടുപിടിക്കപ്പെടുന്നതിന് മുമ്പ് 1936 മറ്റോ ആണ്. അന്ന് വേറെ എന്തൊക്കെയോ ചികിത്സയൊക്കെ ആയിട്ട് കുറച്ചു കാലം കൂടി ജീവിക്കും എന്നേ ഉള്ളൂ. അപ്പൊ ഗാന്ധിജിയുടെ ഭാര്യക്ക് ഈ ക്ഷയരോഗം വരികയും അതിൻ്റെ ആ ഒരു അന്ത്യഘട്ടത്തിൽ ഏതാണ്ട് ക്രിട്ടിക്കൽ സ്റ്റേജിലൊക്കെ കണ്ടെത്തുകയും ചെയ്തു. അപ്പോഴാണ് പെൻസിലിൻ കണ്ടുപിടിക്കപ്പെടുന്നത്. അങ്ങനെ ഗാന്ധിജിയുടെ ഒരു മകൻ ആ പെൻസിലിൻ സംഘടിപ്പിച്ച് ഇന്ത്യയിൽ എത്തിക്കുന്നു. അങ്ങനെ പെൻസിലിൻ കൊടുക്കാൻ നോക്കിയപ്പോൾ ഗാന്ധിജി വിസമ്മതിക്കുകയാണ്, കൊടുക്കാൻ പാടില്ല. അപ്പൊ ഡോക്ടർ പറയുന്നു ഇത് കൊടുത്താൽ 10 കൊല്ലം കൂടിയൊക്കെ ജീവിക്കും. അപ്പം ഗാന്ധിജി ഇല്ല, അപ്പോ അത് വേണ്ട എന്ന് പറയുന്നുണ്ട്. അതില് അവൾ എനിക്ക് മുമ്പേ പോട്ടെ എന്നൊക്കെ പറഞ്ഞതായിട്ടാണ് ചില ഗ്രന്ഥകാരന്മാർ എഴുതുന്നത്. അപ്പം മതവിശ്വാസം പ്രപഞ്ചമുണ്ടായിട്ട് 6000 കൊല്ലമായിട്ടേ ഉള്ളൂ. 6000 കൊല്ലം ഇൻഡസ് സിവിലൈസേഷന്റെ ആ മെച്ചോ പീരീഡായിട്ട് ഏതാണ്ട് ഒരു 5000 കൊല്ലം കഴിഞ്ഞു. അപ്പോ നമ്മള് അത് ഇപ്പൊ ക്രൈസ്തവ സഭ പോലും അവര് പണ്ട് മധ്യകാലത്ത് വാശി പിടിച്ച, അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിന്റെ മധ്യം വരെയെങ്കിലും ഉറച്ചു നിന്ന പല നിലപാടുകളിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അപ്പോ ഇന്ന് ഭൂമി പരന്നതാണ് എന്ന് ഒരു ഇസ്ലാം മത വിശ്വാസിയും പറയാറില്ല. ഭൂമി ഉരുണ്ടതാണെന്ന് എല്ലാവർക്കും പകൽ പോലെ വ്യക്തമാണ്. അപ്പോ പണ്ട് മധ്യകാലത്ത് ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് നേരെ നോക്കുമ്പോൾ പരന്നിട്ടല്ലേ നമുക്ക് കാണുമോ? അപ്പോൾ വലിയൊരു ഗോളം നിങ്ങൾ സങ്കല്പിച്ച് നോക്കുക. അപ്പൊ അതിലൂടെ നമ്മൾ നടക്കുമ്പോൾ നമുക്കറിയില്ല ഇത് ഗോളമാണെന്ന്. കാരണം വലിയ ഗോളമാണ്. ചെറിയ ഗോളമാകുമ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഗോളമാണ്. അപ്പൊ ഇത് ശാസ്ത്രം പോലും അവസാനമാക്കല്ലോ. ഇപ്പൊ ന്യൂട്ടോണിയൻ ഫിസിക്സ് ഒരുപാട് കാലം, ഇത് ഏതാണ്ട് ന്യൂട്ടോണിയൻ ഫിസിക്സ് 10-200 കൊല്ലം ലോകത്ത് ആധിപത്യം ചെലുത്തിയ ഭൗതിക ശാസ്ത്ര സിദ്ധാന്തമായിരുന്നു. അത് 20-ാം നൂറ്റാണ്ടിന്റെ പൂർവാർദ്ധത്തിൽ ഐൻസ്റ്റീന്റെ ആപേക്ഷികത സിദ്ധാന്തവും അതുപോലെ ക്വാണ്ടം തിയറിയും വന്നതോടെ തകർന്നടിഞ്ഞത് അന്ന് വരെ ശാസ്ത്രത്തിന്റെ അടിത്തറയായിരുന്ന ന്യൂട്ടോണിയൻ ഫിസിക്സ് ആണ്. ഇനി ഈ ക്വാണ്ടം തിയറിയും റിലേറ്റിവിറ്റിയും കാലാകാലം സത്യമാണെന്ന് പറയാൻ പറ്റുമോ? പുതിയ ഒരു പാരഡൈം എന്ന് പറയാം, പുതിയൊരു വിചാര മാതൃക വരുമ്പോൾ എന്താ സംഭവിക്കുക? ന്യൂട്ടോണിയൻ ഫിസിക്സിന് എന്ത് സംഭവിച്ചോ ചിലപ്പോൾ അത് തന്നെ സംഭവിക്കാം ക്വാണ്ടം തിയറിക്കും അല്ലെങ്കിൽ റിലേറ്റിവിറ്റിക്കും. കാരണം പുതിയ സിമെട്രി, സ്പ്രിംഗ് തിയറി, എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾ വരുന്നുണ്ട്. കാരണം പ്രപഞ്ചത്തിലെ 98% കാര്യങ്ങളെ പറ്റിയും നമുക്ക് ശാസ്ത്രത്തിന് ഇന്നും അറിയില്ല. ശാസ്ത്രത്തിന്റെ രീതി എന്താണെന്ന് വെച്ചാൽ അതൊരു നിഗമനം മുന്നോട്ട് വെക്കുന്നു, ഒരു അനുമാനം മുന്നോട്ട് വെക്കുന്നു. ആ അനുമാനം ശരിയാണോ എന്ന് പരീക്ഷണത്തിലൂടെ തെളിയിക്കാൻ ശ്രമിക്കുന്നു. പരീക്ഷണങ്ങൾ എല്ലാ കാലത്തും എല്ലാ സ്ഥലത്തും ശരിയാണെങ്കിൽ അത് സത്യമാണെന്ന് സ്ഥാപിക്കുന്നു, പറയുന്നു. അതിന് വിരുദ്ധമായ തെളിവുകൾ വരുമ്പോൾ ആ സത്യം അസത്യമായി മാറുന്നു, പുതിയ സത്യം ജനിക്കുന്നു. അപ്പോ ശാശ്വതമായ സത്യം ശാസ്ത്രത്തിലുമില്ല, ഒന്നിലുമില്ല. ശാസ്ത്രവും പറയുന്നില്ല ഇതാണ് സത്യം, ഇതാണ് തൽക്കാലം സത്യം, ഇതാണ് തൽക്കാലം തിയറി എന്നേ പറയുന്നുള്ളൂ. ആരും ഇതാണ് പരമമായ സത്യം എന്ന് പറയാൻ ഒരു ശാസ്ത്രജ്ഞനും തയ്യാറാവുന്നില്ല. ഇതാണ് ഇന്നത്തെ സത്യം, നാളത്തെ സത്യം വേറെയാകാം എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു സർ. So any other questions? സാറ് ഹലോ, സാറിന്ന് ഇവിടെ സംസാരിച്ച ടോക്ക് ഇത് കേട്ടിരിക്കുന്നത് ബഹുഭൂരിഭാഗം പേരും ചരിത്ര അധ്യാപകരും 1ാം വർഷ ചരിത്ര വിദ്യാർത്ഥികളും PG വിദ്യാർത്ഥികളും എല്ലാമാണ്. അപ്പോ ഒരു സിറ്റുവേഷന് ഇതായിട്ട് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോ ഈ സാറിന്റെ ഈ ടോക്ക് ഒരു ലേമാൻ, ഒരു സാധാരണ ഒരു വ്യക്തി കേൾക്കുകയാണ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഒരു അതിശക്തമായ ഒരു പൊതുബോധമുണ്ട്. ആ പൊതുബോധം എന്താണെന്ന് ചോദിച്ചാൽ ഈ സോഷ്യൽ സയൻസ് വിഷയങ്ങളാണെങ്കിലും ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളാണെങ്കിലും ചരിത്രം ഉൾപ്പെടെയുള്ള സോഷ്യൽ സയൻസ് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളാണെങ്കിലും
ഈ വിഷയങ്ങൾക്ക് ഉള്ള ഒരു അതിശക്തമായ ഒരു അവഗണനയുണ്ട്. അതിപ്പോ നമ്മള് +1 പഠിക്കുന്ന നേരത്താണെങ്കിലും 1ാം വർഷ ഡിഗ്രിയിൽ ചേരുന്ന സമയത്താണെങ്കിലും PG ആണെങ്കിലും നമ്മുടെ അധ്യാപകര് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു പൊതുബോധമുണ്ട്. അപ്പോ സാറ് ഈ പറയുന്ന ടോക്ക് ഇത് കേൾക്കുന്ന ഒരു ലേമാൻ എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യൻ ഇപ്പൊ കേൾക്കുകയാണ്, there is no permanent truth in history, അല്ലെ? ചരിത്രത്തിൽ ഒരു നിരന്തരമായ ഒരു സത്യമില്ല, ചരിത്രം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹിസ്റ്ററി ഈസ് ഓൾവേസ് ചേഞ്ചിങ് ആൻഡ് there is no permanent truth in history എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഒരു സാധാരണ മനുഷ്യൻ ഇങ്ങനെ കേൾക്കുമ്പോൾ അവിടെ ഓൾറെഡി തന്നെ ഈ ഒരു പൊതുബോധത്തിന്റെ ഒരു അതിശക്തമായ ഒരു സ്വാധീനം അദ്ദേഹത്തിനുണ്ട്. അപ്പോ അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹം പറയാണ്, അപ്പോ നമ്മുടെ അടുത്ത് ചോദിക്കാണ്, ചരിത്രം എന്ന് പറയുന്ന വിഷയം അത് പഠിച്ചിട്ട് എന്ത് മെച്ചാണുള്ളത്? ഇവിടെ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ചരിത്രത്തിൽ ഒരു നിരന്തരമായ സത്യവുമില്ല, ചരിത്രം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയവുമാണ്. അപ്പൊ ചരിത്രം പഠിക്കുന്ന, ചരിത്രത്തിനെ കുറിച്ച് അറിയുന്ന നമ്മൾ ഈ പറയുന്ന ആൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അവിടെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്ന ഒരു മറുപടി എന്താണ് എന്നാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഈ പൊതുബോധം എന്ന് പറഞ്ഞാൽ പൊതുബോധം പോലും മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഒരു പിന്നെ ഇടർച്ചയില്ലാത്ത പൊതുബോധം എന്ന് പറഞ്ഞാൽ ഇപ്പം ചരിത്രത്തിന് കാര്യമായ പരിഗണനയില്ല, സോഷ്യൽ സയൻസ് വിഷയങ്ങൾക്ക് പരിഗണനയില്ല. അത് ഇവിടുത്തെ പൊതുബോധമല്ലേ. ഫ്രാൻസിൽ ഇക്കോൾ നോർമൽ സുപ്പീരിയറിൽ ചരിത്രത്തിൽ അഡ്മിഷൻ കിട്ടാൻ അതികഠിനമായ എൻട്രൻസ് പരീക്ഷയാണ്. മിഷേൽ ഫൂക്കോ അഭിനവ് കേട്ടിട്ടുണ്ടോ? മിഷേൽ ഫൂക്കോ നിങ്ങൾക്ക് പഠിക്കാൻ വരുന്ന അദ്ദേഹത്തിന് അവിടെ 1 വർഷം തീവ്രയത്ന പരിപാടിയായി എൻട്രൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുത്തിട്ട് എഴുതിയിട്ടാണ് അദ്ദേഹത്തിന് അവിടെ കിട്ടുന്നത്. വീണ്ടും ഉപരിപഠനത്തിന് ഇക്കോൾ നോർമൽ സുപ്പീരിയറിലേക്ക് അപേക്ഷിച്ചപ്പോൾ ആദ്യത്തെ എൻട്രൻസ് പരീക്ഷ തോറ്റുപോവുകയും 2ാമത് എഴുതിയെടുക്കേണ്ടി വരികയും ചെയ്തു. അപ്പോ ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ ഇപ്പോൾ പൈസ കൊടുത്ത് ചേരാം. അപ്പോൾ പണം കൊടുക്കാതെ അവിടെ അഡ്മിഷൻ കിട്ടാൻ ഹാർവാർഡിൽ അല്ലെങ്കിൽ കേംബ്രിഡ്ജിൽ, ഇന്ത്യയിൽ തന്നെ മറ്റ് അങ്ങനത്തെ യൂണിവേഴ്സിറ്റികളിലൊക്കെ അഡ്മിഷൻ കിട്ടാൻ എന്ത് വേണം? ഈ വക വളരെ കാലിബറിലുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ കിട്ടുക. എന്നുവെച്ചാൽ ഞാൻ പറയുന്നത് JNU ഒക്കെ പഴയ JNU അല്ല, അവിടെയൊക്കെ ഇപ്പം അഭിനവനൊക്കെ എഴുതിയാൽ എപ്പോഴും കിട്ടുമായിരുന്നു. അത് വേറെ കാര്യം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഈ ഒരു വിഷയത്തിന് വിലയുണ്ട്. ഇപ്പൊ വിലയില്ല, ചരിത്രമാണോ പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് വിലയില്ലാതാക്കിയത് കുറെ കാര്യമുണ്ട്. കാരണം ഇപ്പോ എഞ്ചിനീയർ, ഡോക്ടർ, ഇപ്പൊ ഡോക്ടർക്ക് എന്നാണ് വിലയുണ്ടായത്? ഇപ്പൊ കേരള സമൂഹത്തിൽ പണ്ട് വൈദ്യനെ ചൊല്ലൂടുക എന്നാ പറയാം. വൈദ്യനെ എടുത്തു പോകുന്നത് അത്യാവശ്യം കുറച്ചൊക്കെ സാമ്പത്തികമുള്ള ആൾക്കാർ, കുറച്ചല്ല ഇടത്തരക്കാർ പോലും വൈദ്യനെ ചൊല്ലൂടുക. വൈദ്യൻ ഇങ്ങോട്ട് വരും. അന്ന് ആധുനിക മെഡിസിൻ രംഗപ്രവേശനം ചെയ്തിട്ടില്ല. വൈദ്യന്മാരുടെ പച്ചില മരുന്നും അങ്ങനത്തെ ഇതൊക്കെയാണ്. വൈദ്യൻ വീട്ടിൽ വരും, ഒന്ന് നോക്കി ചില കുറിപ്പടികളൊക്കെ എഴുതി കൊടുത്ത് അങ്ങോട്ട് പോകും. നമ്മൾ കൊടുക്കുന്നത് വാങ്ങും. ഇന്ന് വൈദ്യൻ ചൊല്ലൂട്ടാൽ വരുമോ? നമ്മൾ പോകണ്ടേ? അവിടെ പോയി ടോക്കൺ എടുത്ത് കാത്തിക്കണം, ബുക്ക് ചെയ്യണം. അപ്പോൾ വൈദ്യന് ഈ മട്ടിലുള്ള പരിവേഷം ഉണ്ടാക്കി കൊടുത്തത് ആരാണ്? പണം, ക്യാപിറ്റലിസം. വൈദ്യ വൃത്തിയെ എന്താക്കി മാറ്റി? കച്ചവടവൽക്കരണത്തിന് വിധേയമായി. അപ്പോൾ പണമാണ് അതിൻ്റെ. ഇപ്പം വൈദ്യന് ഇപ്പോൾ ഒരു MBBS ഡോക്ടർക്ക് പണ്ടുള്ളതിൻ്റെ വിലയുണ്ടോ? വെറും MBBS ആണെങ്കിൽ അത് അയാളെ ഹൗസ് സർജൻസി ഒക്കെ കഴിഞ്ഞ് പിന്നെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഒരു സാധാരണ MBBS ആയിരുന്നു കിട്ടുന്ന ശമ്പളം വാസ്തവത്തിൽ ഇന്നത്തെ ഒരു ക്ലറിക്കൽ കേഡറിൽ ഒരു കയറിയാൽ സർക്കാർ സർവീസിൽ കിട്ടുന്ന ശമ്പളത്തിൻ്റെ അത്രേ വരുന്നുള്ളൂ. അത്ര പോലും കിട്ടാത്തവരുണ്ട്. അതുകൊണ്ടാണ് പിന്നീട് MBBS പോരാ, MD വേണം, സ്പെഷ്യലൈസേഷൻ വേണം, അതിൽ തന്നെ നല്ല പ്രാക്ടീസ് ഉള്ളവരായിരിക്കണം. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് കൂലിയും ജോലി സാധ്യതയും കൂലി വലിപ്പവുമാണ് ഒരു തൊഴിലിന് അതിൻ്റെ മാന്യതയും കാര്യങ്ങളൊക്കെ നേടിക്കൊടുക്കുന്നത്. ഇപ്പോൾ ജർമ്മനിയിൽ ഏറ്റവും അധികം ഇന്ന് സാമൂഹിക അംഗീകാരമുള്ള ഒരു പഠന വിഷയത ലോ ആണ്, നിയമം. അമേരിക്കയിലും നിയമം പഠിച്ചാൽ
അവിടെ നിയമം പഠിച്ച് നല്ല പ്രാക്ടീസ് ചെയ്യുന്ന അത്യാവശ്യം ഇതായാൽ ഒരു ഡോക്ടർ അദ്ദേഹത്തിന്റെ 10 ആയുസ് കൊണ്ട് ഉണ്ടാക്കുന്നതിനേക്കാൾ പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ തന്നെ നമ്മൾ കാണുന്നില്ലേ, സുപ്രീം കോടതിയിലെ വക്കീലന്മാരും ഒക്കെ വന്നിട്ട് ഒരു മണിക്കൂറിന് ലക്ഷങ്ങൾ വെച്ചല്ലേ വാങ്ങുന്നത്. അപ്പോ ഞാൻ പറയുന്നത്, അപ്പോൾ ഡോക്ടർക്ക് ഇന്ന് ഇപ്പോൾ ഒരു MBBS ഡോക്ടർക്ക് 10-25 വർഷം മുമ്പുണ്ടായിരുന്ന സമൂഹത്തിൽ കിട്ടിയിരുന്ന നിലയും വിലയും, ഈ നിലയും വിലയും എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഈ കൂലിയും തൊഴിൽ സാധ്യതയും. എന്ന് വെച്ചാൽ ഡോക്ടറായാൽ വെറുതെ നടക്കേണ്ടി വരില്ല എന്നുള്ളത്. പക്ഷെ ഇപ്പം വെറും MBBS ഡോക്ടറായാൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഏതാണ്ടൊരു കാര്യമായ, ശരിക്കും പറഞ്ഞാൽ രാത്രിയൊക്കെ പണിയെടുക്കേണ്ട, വളരെ ആ പണിക്കൊത്ത കൂലി കിട്ടാത്ത പണിയാണ്. അപ്പോ അങ്ങനെ ഇപ്പോ അത് ഓരോ കാലദേശങ്ങൾക്കനുസരിച്ച് ഓരോ തൊഴിലിൻ്റെയും മാന്യതകളും മറ്റതും സമൂഹം കൽപ്പിച്ചു നൽകുന്ന വിലയും നിലയും പദവിയും ഒക്കെ മാറും. ഇപ്പൊ നമ്മൾ എല്ലാ തൊഴിലിനും ഒരേ മട്ടിൽ മാനിക്കണം എന്ന് ഗീർവാണങ്ങളും ഗിരിപ്രഭാഷണമൊക്കെ നടത്തുന്നവരാണ്. ഇപ്പൊ നമ്മൾ പറയാം, ഇപ്പൊ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ഓർഡിനൻസ് ഇറക്കുകയാണ്. എല്ലാ മുനിസിപ്പാലിറ്റിയിലും ഒരു സ്ഥലത്തെ പ്രധാന സ്കാവഞ്ചർ, ഇപ്പൊ തോട്ടിപ്പണി അത്ര നല്ല പണിയല്ല, അത് നിരോധിക്കണം, ശരിയാണ്. അത് ഉത്തരേന്ത്യയിലൊക്കെ വ്യാപകമായിട്ട് ഉണ്ട് താനും. അപ്പോൾ തോട്ടിപ്പണി മാനുവൽ സ്കാവഞ്ചിങ് അല്ല, ശാസ്ത്രീയമായ സ്കാവഞ്ചിങ്ങിനെ പരിശീലിപ്പിക്കാൻ പരമ്പരാഗതമായി ഈ മാനുവൽ സ്കാവഞ്ചിങ് ഏറ്റെടുത്ത ആളുകൾ, ആ വിഭാഗങ്ങളിൽ നിന്ന് ആളുകളെ ക്ഷണിക്കുന്നു. അല്ലാത്തവർക്കും അപേക്ഷിക്കാം. ഇങ്ങനെ സ്ഥലത്തെ പ്രധാനപ്പെട്ട ഈ അതിനൊരു പദവി എന്താണ്, ഇപ്പോൾ എന്തെങ്കിലും ഒരു പബ്ലിക് ഹൈജീൻ അല്ലെങ്കിൽ പബ്ലിക് സാനിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെയുള്ളൊരു ഓഫീസർ എന്നുള്ള പദവിയും 1 മാസം 1 ലക്ഷം ശമ്പളവും ഗവൺമെന്റ് ക്വാർട്ടേഴ്സും ഗവൺമെന്റ് കാറും ഒക്കെ കൊടുക്കുന്നുണ്ട് എന്ന് വന്നാൽ അതിന് എൻട്രൻസ് പരീക്ഷയുണ്ടാവും. അടുത്ത 2 കൊല്ലത്തിന് PhD-ക്കാരും MA-ക്കാരും ഒക്കെ ക്യൂ നിൽക്കും ആ പദവി കിട്ടാൻ. വിവാഹ പരസ്യക്കോളങ്ങളിൽ ഇന്ന് കാണുന്ന ഡോക്ടർ, എഞ്ചിനീയർ, കോളേജ് ബാങ്ക് പണ്ട് ഇത് പറയും എന്നതിന് പകരം, എന്നതിന് പകരമില്ല, അതോടൊപ്പം തന്നെ ഇന്ന് മുനിസിപ്പാലിറ്റിയിലെ പ്രധാനപ്പെട്ട സാനിറ്റേഷൻ സൂപ്പർവൈസർ എന്ന പദവി ഉണ്ടാവും. അപ്പൊ ആ എൻട്രൻസ് പരീക്ഷ പാസ്സാവുന്ന കുട്ടികളോട് പത്രക്കാരും ചാനലുകാരും ചോദിക്കും, എങ്ങനെ കിട്ടി ഈ അതുല്യ വിജയം? ഞാൻ 5ാം ക്ലാസ് മുതലേ ഈ പദവിക്ക് വേണ്ടി കൊതിച്ചുകൊണ്ടത് ഇരുന്ന ആളാണെന്ന് പറയും. ഇപ്പൊ ഡെന്റിസ്റ്റ്, നമ്മൾ പറയുന്ന ഡോക്ടറാണല്ലോ, ഡെന്റിസ്റ്റിന്റെ പണി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഇപ്പൊ കോവിഡ് കാലത്ത് ആരും ഇപ്പം തുറന്നു തുടങ്ങിയില്ലല്ലോ, ഡെന്റിസ്റ്റിന്റെ പണി എന്താണ്? അതിന് പണം കിട്ടും. ഇപ്പൊ മറ്റുള്ളവരുടെ അസുഖം ചികിത്സിക്കുന്നു, പല്ല് പറിക്കുന്നു, ശരി. പക്ഷെ വേറൊരു ആംഗിളിൽ ചിന്തിച്ചാൽ ആ പണി എത്ര സുഖമുള്ള പണിയാണോ? എത്ര കയ്യോടെ ധരിച്ചാലും മറ്റുള്ളവന്റെ വായിൽ കൈയിട്ടിട്ടാണല്ലോ ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. അതിന് അപ്പൊ ആ ഒരു അസ്കിത പോലും എന്താണ് അതിനെ മായ്ച്ചു കളഞ്ഞത്? പണം. ഒരു ഡെന്റിസ്റ്റിന് ഇത്ര പൈസ കിട്ടുന്നു, അതുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് ഇതും. അപ്പോ ഈ സമൂഹത്തിൽ ഈ ക്യാപിറ്റലിസം എന്നുള്ള ഒരു മൂല്യവ്യവസ്ഥ, ആ ഒരു സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥ തുടരുന്നിടത്തോളം കാലം ഏതിനാണോ കൂടുതൽ പണം, ഏതിനാണോ കൂടുതൽ ജോലി സാധ്യത, അത്തരം മേഖലകൾക്ക് ഉണ്ടാവും ഇങ്ങനത്തെ ഒരു പരിവേഷം. ഇപ്പോൾ കോളേജ് അധ്യാപകര് UGC ശമ്പളം കിട്ടുന്നതിന് മുമ്പുള്ള പരിവേഷമല്ല ഇപ്പോൾ ഉള്ളത്. അപ്പൊ UGC ശമ്പളം കിട്ടാത്ത കാലത്ത് കോളേജ് അധ്യാപകന്റെ ശമ്പളം എത്രയാണ്? തുടക്ക ശമ്പളം എൻ്റെ ഫാദറൊക്കെ പറയുന്ന കേൾക്കാം 100-400 രൂപയുണ്ടാവും. അന്നൊരു ബാങ്ക് ഉദ്യോഗസ്ഥന്റെ ശമ്പളം 4 അക്കമാണ്, 1000-ൽ അധികമാണ്. എന്ന് വെച്ചാൽ 1970-കളുടെ തുടക്കത്തിലൊക്കെ. അപ്പൊ അന്ന് ഏറ്റവും ഡിമാൻഡുള്ള വരൻ കോളേജ് അധ്യാപകനായിരുന്നില്ല, ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. ഇന്ന് ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് താരതമ്യേന അത്ര പദവിയുണ്ടോ ഒരു കോളേജ് അധ്യാപകനുള്ള? ഇല്ല. കാരണം ബാങ്ക് ഉദ്യോഗസ്ഥന്റെ ജോലി, ടെൻഷൻ, പിന്നെ കോളേജ് അധ്യാപകന്റെ UGCയും ഇല്ലാത്ത അവസ്ഥ, അങ്ങനെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് മാറി. ഒരു UGC സ്കെയിൽ വന്നപ്പം 4 അക്കം പണ്ടുണ്ടായിരുന്ന ബാങ്ക് ഉദ്യോഗസ്ഥൻ കീഴോട്ട് പോവുകയും
അന്ന് 3 അക്കം മാത്രം ശമ്പളം വാങ്ങിയിരുന്ന കോളേജ് അധ്യാപകൻ മേലോട്ട് വരികയും ചെയ്തു. ഇതാണ്. അപ്പം ഈ പദവിയും നിലയും വിലയും പോലും ചരിത്രപരമായി സ്ഥിരമല്ല, ശാശ്വതമല്ല. താങ്ക് യു അഭിനവ്. താങ്ക് യു സർ. Now we will move to the concluding section of the program, and I request Satya Anil, Faculty of History, and the Scholars for Women, to propose vote of thanks. Respected Head of Department of History, distinguished guests, other delegates, staff members, and dear students, good morning one and all present here. On behalf of Department of History, St. Joseph's College for Women, Alappuzha, I feel immense pleasure to take this opportunity to propose vote of thanks. Let me first of all start by giving glory to the Almighty God for making this event a memorable success. First and foremost, I thank our principal, Dr. Rita Lada Dikauto, for her support, which made us realize this successful organization of the webinar. I thank Srimati Sandhya AK, respected Head of Department of History, for her esteemed presence as the chairperson of this webinar. Her efforts to organize such webinars and expose our students to prominent personalities in our discipline is always noteworthy. Thank you, ma'am. Thank you. We are extremely grateful to our special guest, Sri A.M. Shinas, Head of Department of History, KKTM Government College, Pulut, for his keynote speech. In this contemporary world, especially in our country, India, we are facing innumerable social and communal issues. So, the education system, which is merely producing the scientists in disciplines of physics, chemistry, and many other technical streams, is not enough to cope up with the situation. We are living in a time far ahead of realizing the importance of social science disciplines and producing thoughtful social scientists to provide as solutions to many major issues. In this context, Shinas sir has shared with us his invaluable insights in promoting progressive and objective research in history as a social science discipline. Your lessons will definitely make our students more interested in this discipline. Thank you very much for your invaluable words, sir. Thank you. Then I extend my gratefulness to the students of KKTM Government College who took active part in this webinar. Thank you, students. Thanks to the faculty members of various departments and other staff members of our college for their immense support. Last but not the least, I thank all the students for your cooperation in making this event a resounding success. Once again, I thank all of you for your kind attention. Thank you all.